കർത്താവിന് മഹത്വം. നിങ്ങളെല്ലാവരെയും വന്ദനം ചൊല്ലുന്നു. നമ്മുടെ ഗോഡ് മേക്സ് ഓൾ തിങ്സ് ന്യൂ എന്ന നമ്മുടെ പഠനത്തിന്റെ മറ്റൊരു സെഷനിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഇന്ന് നമ്മൾ യാത്രയാകുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇതുവരെ നമ്മളെ നടത്തിയ ദൈവത്തിന്റെ അത്ഭുത വഴികളെ ഓർത്തും ഞാൻ അതിയായി കർത്താവിന് സ്തോത്രം കരയറ്റുന്നു. ഇത് ഞാൻ ഓഫ്ലൈനിൽ എടുക്കുന്നത് ഈ വീക്കെൻഡ്സിലെ മറ്റു ചില അത്യാവശ്യങ്ങളുള്ളത് കൊണ്ടാണ്. നിശ്ചയമായിട്ടും ഇത് ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിൽ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് സംസാരിപ്പാനുള്ള ഉടമ്പടിയുടെ രഹസ്യങ്ങൾ ഓരോന്നോരോന്നായി നമ്മെ മനസ്സിലാക്കി തരുന്നു. ഉൽപ്പത്തി 1-ാം അധ്യായം സൃഷ്ടിയുടെ ഒരു സയന്റിഫിക് ക്രിയേഷനെ കുറിച്ചല്ലെന്നും അത് ദൈവത്തിന്റെ ഉടമ്പടിയുടെ സൃഷ്ടിയാണെന്നും, അതായത് ക്രിസ്തുവിൽ നാം എങ്ങനെ പുതിയ സൃഷ്ടിയായിരിക്കുന്നു അതിന്റെ ആദ്യത്തെ വേർഷൻ, 1-ാമത്തെ വേർഷനാണ് ഉൽപ്പത്തിയിൽ നാം വായിക്കുന്നത്, മനസ്സിലാക്കുന്നതെന്നും നമ്മൾ കഴിഞ്ഞ കുറച്ച് ഏറെ ക്ലാസ്സുകളായിട്ട് പഠിച്ചു വരികയാണ്. ഇന്ന് മുതൽ ഉള്ള നമ്മുടെ അടുത്തുള്ള 1-2 സെഷൻസിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു, ആദമിനെ എങ്ങനെ സൃഷ്ടിച്ചു, ഹൗവയെ എങ്ങനെ സൃഷ്ടിച്ചു എന്നുള്ളതായ കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ ഇനി മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്, സംശയങ്ങളുണ്ട്. അത് മനുഷ്യർ എല്ലാവരും, എല്ലാ മനുഷ്യരും സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. ഞാൻ അതിന് ആൻസർ ഒന്നല്ല, പല ആളുകൾ എന്നോട് ചോദിച്ചു. എല്ലാവരെയും കർത്താവ് രക്ഷിച്ചതല്ലേ, എല്ലാവരെയും ദൈവം വിടുവിച്ചതല്ലേ, എല്ലാവരെയും കുരിശിൽ കർത്താവ് ദൈവത്തോട് നിരപ്പിച്ചതല്ലേ എന്നുള്ളതായ വാക്കുകളും സംശയങ്ങളും വളരെ ജെന്യൂനായിട്ട് ദൈവമക്കളുടെ ഭാഗത്തുണ്ട്. എനിക്കും ആ സംശയങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ വചനത്തെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഞാൻ ഈ വിഷയങ്ങളെ കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ വെളിപ്പെട്ടു വന്നതായ ഒരു ദൈവിക വെളിപ്പാട്, ഞാനിതൊരു വചന പഠനമായിട്ടല്ല കാണുന്നത്, ഒരു ദൈവിക വെളിപ്പാടായിട്ട് ഞാൻ കാണുക. എന്താണ്, എങ്ങനെ ആ മനുഷ്യനെ ഉണ്ടാക്കിയത്, എന്താ മനുഷ്യനെ എങ്ങനെ ദൈവം ഫോം ചെയ്തത്, എന്താ ഇത് ദൈവത്തിന്റെ പ്രോഗ്രാം എന്താ? ഞാൻ ഒരു പോയിന്റ് പ്രധാനമായിട്ട് ഇതിനോട് ബന്ധത്തിൽ പറയാം. അതായത് നമുക്ക് ബൈബിൾ വായിക്കും, പുതിയ നിയമം വായിക്കുമ്പോൾ നമുക്ക് 2 കാലങ്ങളെ കാണാൻ പറ്റും. ഒന്ന് ഇപ്പോഴുള്ള ലോകത്തും വരുവാനുള്ള ലോകത്തും. നമ്മളത് പല പ്രാവശ്യം ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതായത് യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം ക്ഷമിക്കത്തില്ല, അത് ഇപ്പോൾ ഈ ലോകത്തും വരുവാനുള്ള ലോകത്തും ക്ഷമിക്കയില്ല എന്ന് പറയും. അപ്പൊ ഈ ലോകം എങ്ങനെ ഓടിയിരിക്കുന്ന ഒലാം ഹസേ, ഹീബ്രുവില് വരുവാനുള്ളത് ഒലാം ഹബ ആൻഡ് ഒലാം ഹസേ. ഒലാം എന്ന് പറഞ്ഞാൽ കാലം, ഇപ്പോഴുള്ളത് വരുവാനുള്ളത്. അപ്പം ജൂവിനോട് ചോദിച്ച 2 കാലമേ ഉള്ളൂ, ഒന്ന് ഇപ്പോഴുള്ള കാലം, 2 വരുവാനുള്ള കാലം. അപ്പൊ ഇപ്പോഴുള്ള കാലത്ത് മോശയുടെ കാലമെന്നും വരുവാനുള്ള കാലം യേശുവിന്റെ കാലമെന്നും ഒരു ജൂവിനോട് ചോദിച്ച ജൂ പറയും. എന്നാൽ ഈ 2 കാലത്തും രക്ഷയ്ക്ക് പ്രാധാന്യമുണ്ട്. അത് ഞാൻ കുറച്ചൊന്ന് വിശദീകരിക്കാം. അതായത് ഒരു കാലം അവസാനിച്ചിട്ട് വേണം മറ്റൊരു കാലം ആരംഭിക്കാൻ. ഒരു ഉടമ്പടിയെ പൂർത്തീകരിച്ചിട്ട് വേണം മറ്റൊരു ഉടമ്പടിയെ ആരംഭിക്കാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തോട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾക്ക് ഒരു സസ്പെൻസ് വന്നു, ചിലതിന് അവസാനം വന്നു, ചിലതിന് എക്സ്പയർ ആകേണ്ടി വന്നു, ചിലതിന്റെ ചില കാര്യങ്ങള് കർത്താവ് അവസാനിപ്പിച്ചു, ചിലതിനെ ആരംഭിച്ചു. പ്രത്യേകിച്ച് കാൽവറിയിൽ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, ന്യായപ്രമാണത്തിന്റെ അധികാരികളെ ആയുധവർഗം വെപ്പിച്ചു. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ആയുധവർഗം വെപ്പിച്ച് കുരിശിൽ അവയുടെ മേൽ ജയ ഉത്സവം കൊണ്ടാടി. ഇത് ഈ വാഴ്ചകൾ, അധികാരങ്ങൾ മറ്റൊന്നുമല്ല, യഹൂദന്മാരായ പുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ഓൾഡ് ടെസ്റ്റമെന്റിന്റെ എക്സിക്യൂട്ടീവ്സിന്റെ മേലുള്ള പരമാധികാരം എന്ന ആയുധത്തെ പിടിച്ചു വാങ്ങി നമുക്ക് വിരോധമായി എഴുതിയ കയ്യെഴുത്ത് നടുവിൽ തറച്ച് കുരിശിൽ അവയുടെ മേൽ ജയ ഉത്സവം കൊണ്ടാടി. അപ്പൊ യേശുക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ സംഭവിച്ചത്, യഹൂദന്റെ കണ്ണിൽ അത് അവർ ജയിച്ചെന്ന് തോന്നി. പക്ഷെ യേശു പറഞ്ഞു, നിങ്ങൾ ജയിച്ചിട്ടില്ല, നിങ്ങൾ തോറ്റുപോയി, നിങ്ങളുടെ ആയുധം തീർന്നു. കാരണം ന്യായപ്രമാണ പ്രകാരം ക്രൈസ്റ്റ് മരിക്കുകയാണ്, ക്രൈസ്റ്റിനെ അവർ കൊല്ലുകയാണ്. അപ്പം ന്യായപ്രമാണ പ്രകാരം അവൻ മരിക്കുമ്പോൾ 3-ാം നാളിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, മരണം എന്ന് പറയുന്നതിനെ തോൽപ്പിക്കുമ്പോൾ
ന്യായപ്രമാണം അവിടെ പരാജയപ്പെടുന്നു. ന്യായപ്രമാണത്തിന്റെ അധികാരികളുടെ ആയുധവർഗം ഇല്ലാതെയാകുന്നു. അങ്ങനെ ഈ ആയുധവർഗം പിടിച്ചു വാങ്ങിയ കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ചു. സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരം എന്നുള്ളത് അത് ഈ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഭൂമി നമ്മുടെ മീതെ കാണുന്ന സ്വർഗത്തിലും താഴെ ഭൂമിയിലും അല്ല, മറിച്ച് സ്വർഗവും ഭൂമി എന്ന് പറയുന്നത് ഓൾഡ് കവനന്റ് സിസ്റ്റം എന്നാണ്. അപ്പം കർത്താവ് പറഞ്ഞത് ഓൾഡ് കവനന്റ് സിസ്റ്റത്തിന്റെ മേൽ, ന്യായപ്രമാണത്തിന്റെ മേൽ, പൗരോഹിത്യത്തിന്റെ മേൽ, ആചാരങ്ങളുടെ മേൽ, അനുഷ്ഠാനങ്ങളുടെ മേൽ, ദേവാലയത്തിന്റെ പ്രക്രിയയുടെ മേൽ എല്ലാറ്റിന്റെ അധികാരം എനിക്ക് ലഭിച്ചിരിക്കുകയും എന്ന് പറഞ്ഞാൽ ഓൾഡ് കവനന്റ് പീപ്പിളിന്റെ മേലും ഓൾഡ് കവനന്റ് സിസ്റ്റത്തിന്റെ മേലും എനിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നു. യേശുവിന് ആ അധികാരം ഉള്ളത് കൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞ് നിങ്ങൾ പോയി എല്ലാ രാജ്യത്തും പോയിട്ട് അവരെ ശിഷ്യരാക്കിക്കൊള്ളാൻ പറഞ്ഞേക്കും. അപ്പം ഒന്നാമത്തെ ആ കാലത്ത് നിലനിൽക്കുന്നത് ശിഷ്യത്വത്തിലേക്ക് നടത്തുക. ഞാൻ ഒന്നുകൂടെ ശാന്തമായിട്ട് പറയാം. അതായത് യേശുക്രിസ്തു AD 70 പുതിയ നിയമം പൂർണ്ണമായി സ്ഥാപിക്കപ്പെടുന്നത് വരെ, കാലം അവസാനിക്കുന്നത് വരെ യേശു ശിഷ്യന്മാരുടെ കൂടെ ഇരുന്ന് അവരെ ശിഷ്യരാക്കി, അവരെ നേടി, അവരെ കളക്ട് ചെയ്തു. യേശു ശിഷ്യന്മാരാക്കാൻ പറഞ്ഞു, ക്രിസ്തു ശിഷ്യരാക്കാൻ പറഞ്ഞു. അപ്പം ശിഷ്യൻ എന്നത് വന്ന ശേഷം മാത്രമേ അവരെ പുത്രത്വത്തിലേക്ക് നടത്താൻ പറ്റൂ. ഞാൻ ഈ പറയുന്നതിന്റെ ആഴം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കണം. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ക്രൈസ്റ്റിന്റെ അനുയായികളാക്കി, ക്രിസ്തു പറയുന്ന വചനത്തെ വിശ്വസിക്കുന്നവരാക്കി, ക്രിസ്തുവിനെ അനുസരിക്കുന്നവരാക്കി, ക്രിസ്തു പറയുന്ന കൽപ്പനകൾ അനുസരിക്കുന്നവരാക്കി യഹൂദ ജനതയെ ആദ്യം മാറ്റുക. അത് കാലം അവസാനിക്കുന്നതിന് മുൻപേ അപ്പോസ്തലന്മാർ അത് ചെയ്തു. കാലം അവസാനിക്കുന്നതിന് മുമ്പ് അവർ ഭൂലോകത്തിന്റെ എല്ലാ കോണിലും പോയി, ഭൂമിയുടെ അറ്റത്തോളം പോയി കർത്താവിന്റെ ശിഷ്യന്മാരെ നേടുകയുണ്ടായി. അതായത് ഞാൻ അതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞത് 12 അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തിട്ട് പുൽപ്പുറങ്ങളിൽ നിന്ന് അവരെ എന്ത് ചെയ്യാണ്? ശേഖരിക്കുക. നമ്മൾ യിരെമ്യാവിന്റെ പ്രവചനത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത്, ഞാൻ നിങ്ങളുടെ നടുവിലേക്ക് മീൻപിടുത്തക്കാരെ അയക്കും. അവർ വന്നിട്ട് നിങ്ങളെ നിങ്ങളെ മീൻ പിടിക്കും. അതായത് അവർ വല വീശി നിങ്ങളെ പിടിക്കും. അതിനുശേഷം ഞാൻ നായാട്ടുകാരെ വിളിക്കും. ഞാൻ ആ റെഫറൻസ് എടുക്കുന്നില്ല, യിരെമ്യാവിന്റെ പുസ്തകത്തിലുണ്ട്. നായാട്ടുകാരെ വിളിക്കും എന്ന് പറഞ്ഞാൽ 2 കാര്യം. 1 മീൻപിടുത്തക്കാരെ അയക്കും, 2 നായാട്ടുകാരെ അയക്കും. അപ്പൊ യേശു തന്റെ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ അവരോട് പറയുന്ന വാചകം എന്ന് ഓർമ്മയുണ്ടോ? എന്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഫിഷേഴ്സ് ഓഫ് മാൻ. മലയാളത്തിൽ പറഞ്ഞാൽ മനുഷ്യരെ പിടിക്കുന്നവരിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഫിഷേഴ്സ് ഓഫ് മാൻ എന്ന് പറഞ്ഞാൽ എന്താ? മീൻപിടുത്തക്കാരായ മനുഷ്യരെ പിടിക്കുന്നവർ. അപ്പം ആദ്യമായി കർത്താവ് തന്റെ ഗ്രേറ്റ് കമ്മീഷൻ കൊടുക്കുമ്പോൾ അവരോട് പറഞ്ഞത്, നിങ്ങൾ പോയിട്ട് ഇവരെ മുഴുവൻ എന്ത് ചെയ്തോണം? എന്റെ ശിഷ്യന്മാരാക്കിക്കോണം. ആദ്യം അവര് ശിഷ്യത്വത്തിലേക്ക് മടങ്ങി വരണം. ഇവർ ശിഷ്യത്വത്തിലേക്ക് മടങ്ങി വന്നാൽ മാത്രമേ ഇവർക്ക് പുത്രത്വത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. പുത്രത്വത്തിലേക്ക് പോകണമെങ്കിൽ ക്രൈസ്റ്റിന്റെ സെക്കൻഡ് കമ്മിങ് ഉണ്ടാകണം. AD 70 ഇത് സാധ്യമാകത്തുള്ളൂ. അവര് സ്പിരിച്വൽ പീപ്പിൾ ആയി മാറുന്നു. അവരെ വീണ്ടെടുത്തിട്ട് അവർക്ക് പുത്രത്വത്തിലേക്ക് കൊടുക്കുക. അതായത് ശരീരത്തിന്റെ വീണ്ടെടുപ്പ്, അതായത് ഓൾഡ് കവനന്റ് ബോഡിയുടെ വീണ്ടെടുപ്പായ പുത്രത്വം. ഞാൻ പറഞ്ഞതെല്ലാം ശ്രദ്ധയോടെ കേൾക്കണം. ഓരോ വാക്കുകളും നിങ്ങൾ ചിന്തിക്കേണ്ട വാക്കുകളാണ്. ഓൾഡ് കവനന്റ് ബോഡിയുടെ വീണ്ടെടുപ്പായ പുത്രത്വം പ്രാപിക്കണം. ആ പുത്രത്വം പ്രാപിപ്പാൻ വേണ്ടി ദൈവം ശിഷ്യന്മാരെ കാലം അവസാനിക്കുന്നതിന് മുൻപേ അയക്കുകയാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അപ്പം അന്ന് വരെ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലുള്ള വിശദീകരണം നമ്മൾ അടുത്ത വീഡിയോകളിലൊക്കെ പറഞ്ഞോളാം. AD 70 വരെ അവർ പ്രസംഗിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യരെ പിടിക്കുന്ന, രക്ഷിക്കുന്ന സുവിശേഷം. അവരെ വരുവാനുള്ള ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്ന സുവിശേഷം. എസ്കേപ്പ്, സർവൈവ് ചെയ്തോ, രക്ഷപ്പെട്ടോ, ഓടിക്കോ, ന്യായവിധി വരുന്നു. ഇതായിരുന്നു കാലാവസാനം വരെയുള്ള സുവിശേഷം. എന്നാൽ കാലാവസാനം കഴിഞ്ഞ് സുവിശേഷത്തിന്റെ ശബ്ദം മാറി, മെസ്സേജ് മാറി. മെസ്സേജ് ഇന്ന് വാസ്തവത്തിലെ മെസ്സേജ് രക്ഷപ്പെട്ടോ എന്നല്ല, മറിച്ച് ജീവൻ പ്രാപിപ്പാൻ അവങ്കിലേക്ക് ഓടി വരിക, ദൈവത്തെങ്കിലേക്ക് വരിക എന്ന് വിളിക്കുന്നു. കാലാവസാനം വരെ ഓടിക്കോ എന്ന് പറഞ്ഞ സുവിശേഷം ഇന്ന് ജീവൻ പ്രാപിപ്പാൻ, നവജീവൻ പ്രാപിപ്പാൻ, നിത്യജീവൻ പ്രാപിപ്പാൻ തങ്ങളുടെ വസ്ത്രത്തെ ജലം കൊണ്ട് അലക്കി
അതായത് അവർ പ്രവർത്തികൾ അവർ ഇതുവരെ ഈ വസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യരുടെ പ്രവർത്തികളാണ്. വസ്ത്രം അലക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തികളൊക്കെ കഴുകിക്കളഞ്ഞിട്ട് ജീവൻ പ്രാപിപ്പാൻ പുതിയ യെരൂശലേമിലേക്ക് ഓടി വരിക, നഗരത്തിലേക്ക് വരിക എന്നതാണ് ഇന്നത്തെ സുവിശേഷം. ഞാനത് ഒറ്റ വാക്കിൽ അവിടെ പറഞ്ഞു നിർത്തുന്നു. അപ്പൊ ഇവിടെ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിച്ചത് മനുഷ്യനെ എങ്ങനെയാണ് ഫോം ചെയ്തതെന്നാണ്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെ അതാണ് സാൽവേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒന്നാമത്തെ രക്ഷ, ഇപ്പൊ നമ്മളിപ്പം രക്ഷിക്കപ്പെട്ടോ എന്നൊക്കെ ഇന്നും ചോദിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇതുവരെ സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. നമ്മൾ ഓരോന്നോരോന്നായി എന്ന് പറയുന്നത് സാവധാനം ഇതൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി മനുഷ്യന്റെ രക്ഷ എന്താണ്? അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. എന്താ ഈ മനുഷ്യനെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? 1-ാം നൂറ്റാണ്ടിൽ AD 70 വരെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവേശുവിന്റെ പറോസിയ പ്രത്യക്ഷത വരെ രക്ഷ എന്ന് പറയുന്നത് ജഡ്ജ്മെന്റ്, സാൽവേഷൻ ഫ്രം ജഡ്ജ്മെന്റ്, സാൽവേഷൻ ത്രൂ ജഡ്ജ്മെന്റ്. യഹൂദന് ന്യായവിധിയിൽ നിന്നുള്ള രക്ഷയും ആ സമയത്ത് ക്രിസ്തുവിന്റെ സഭ ന്യായവിധിയിലൂടെ രക്ഷപ്പെടുകയായിരുന്നു. ഒന്നുകൂടെ പറയാം. ദ ജ്യൂസ് യഹൂദന് കൊടുത്തത് സാൽവേഷൻ ഫ്രം ജഡ്ജ്മെന്റ്, അല്ല, സാൽവേഷൻ ത്രൂ ജഡ്ജ്മെന്റ്. തെറ്റിദ്ധരിക്കരുത്, സാൽവേഷൻ ത്രൂ ജഡ്ജ്മെന്റ്. ആ കാലത്തെ വിശ്വാസികൾക്കോ സാൽവേഷൻ ഫ്രം ജഡ്ജ്മെന്റ്. അപ്പം യേശുവിനെ വിശ്വസിക്കാത്തവർ ശിക്ഷ അനുഭവിക്കാതെ രക്ഷപ്പെട്ടു. യേശുവിനെ വിശ്വസിക്കാത്ത യഹൂദനോ ആ കഷ്ടതയിലൂടെ കടത്തിവിട്ട് അങ്ങനെ അതിലൂടെ കുറച്ചു പേര് കുഞ്ഞാടിനെ നോക്കി കുത്തിയവങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കുന്നു. അവർ കൊല്ലപ്പെടുന്നുണ്ട്, രക്തസാക്ഷികളായിട്ട് മരിക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാനിന്ന് പറഞ്ഞ സാരം ഈ രക്ഷിക്കപ്പെടുക. നമ്മൾ ഈ വാക്കുകൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. നമ്മളോടും വന്ന് പലരും പറഞ്ഞു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? രണ്ടാമത് നമ്മളോട് ചോദിച്ച വേറെ, നിങ്ങൾ വീണ്ടും ജനിച്ചവരാണ്. ഈ ചോദ്യങ്ങളൊന്നും വാസ്തവമായിട്ട് യേശുക്രിസ്തുവിന്റെ ഈ ചർച്ച, ഇന്നത്തെ സഭ ലോകത്തോട് പറയേണ്ട സന്ദേശങ്ങളല്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ, നിങ്ങൾ വീണ്ടും ജനിച്ചോ, ഇത് യഹൂദനുമായി ബന്ധപ്പെട്ട ഓൾഡ് കവനന്റ് ജനവുമായി ബന്ധപ്പെട്ട ടെർമിനോളജിയാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ സകല സൃഷ്ടിയോട് സുവിശേഷം പറഞ്ഞു. ഏതാ ഈ സകല സൃഷ്ടി? ഓൾഡ് കവനന്റ് പീപ്പിൾ. വിശ്വസിക്കുകയും സ്നാനമേക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ എന്തുവാ? വിശ്വസിച്ചിട്ട് യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നവൻ രക്ഷ പ്രാപിക്കും, അല്ലാത്തവര് ശിക്ഷാവിധിയിൽ അകപ്പെടും എന്ന് പറയുകയാണ്. അപ്പൊ ഇത് ഓൾഡ് കവനന്റ് പീപ്പിളിന് കൊടുത്തൊരു സന്ദേശമാണ്. ഞാൻ അതിനെക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങൾ നമ്മുടെ അടുത്ത സ്കൂളുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദമായിട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ ആദമിനെ എങ്ങനെയാണ് സൃഷ്ടി, എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഫസ്റ്റ് ക്രിയേഷൻ, സെക്കൻഡ് ക്രിയേഷൻ. അതായത് ആദമിനെ ആദ്യത്തെ 31-ാം അധ്യായത്തിലെ സൃഷ്ടിയും 32-ാം അധ്യായത്തിലെ സൃഷ്ടിയും തമ്മിൽ വലിയ വ്യത്യാസമാണ്. 31-ാം അധ്യായത്തിലെ സൃഷ്ടി, ദൈവം ആ സൃഷ്ടി 6 ദിവസം കൊണ്ട് നിൽക്കുന്ന സൃഷ്ടി, അത് കവനന്റ് പീപ്പിളിന്റെ പ്രിപ്പറേഷൻ ആയിരുന്നു. ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. അവിടെ കൊടുത്തിരിക്കുന്ന ബാറ എന്നാണ്. ബാറ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രിപ്പയർ ചെയ്തു. ഗോഡ് പ്രിപ്പയർ the heavens and the earth. That's the temple of God. That's the covenant temple and the covenant. God's dwelling and his son's dwelling. അവന്റെ പുത്രന്മാരുടെ വാസസ്ഥലവും ദൈവത്തിന്റെ വാസസ്ഥലവും. ഇതാണ് 1-ാം അധ്യായത്തിന്റെ സൃഷ്ടി. അതിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു. ദൈവം പറഞ്ഞു, എന്തു പറയുന്നത്, ഭൂമി പാഴും ശൂന്യവുമായിട്ടിരുന്നു. എപ്പോഴും ശ്രദ്ധിക്കണേ, പാഴും ശൂന്യം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? യഹൂദ ജനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പാഴും ശൂന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദേ വെർ ഔട്ട് ഓഫ് ദ കവനന്റ്, ദേ വെർ ഇൻ ഡാർക്ക്നെസ്, ദേ വെർ ഇഗ്നോറൻസ്, വിത്തൗട്ട് ലോ. ദൈവമില്ലാതെ, ദൈവവുമായിട്ടുള്ള ബന്ധമില്ലാതെ, ഉടമ്പടിയില്ലാതെ, ഉടമ്പടി ലംഘിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവവുമായി റിലേഷൻഷിപ്പ് ഇല്ലാതിരിക്കുന്ന ജനവിഭാഗത്തെ പറയുന്ന പേരാണ് പാഴും ശൂന്യം. ജെറേമിയ ചാപ്റ്റർ 4 വേഴ്സ് 23. ഓക്കെ, ശാന്തമായിട്ട് കേൾക്കുക. അപ്പൊ ദൈവവുമായി ഒരു ബന്ധവുമില്ലാതെ, അല്ലെങ്കിൽ അത് ജെറമ്യാ 4:23 പറയുന്നത് ഇസ്രായേലിനെ കുറിച്ച്. അപ്പം ഇസ്രായേൽ ദൈവത്തെ വിട്ട് അകന്ന് ബാലിനെ സേവിക്കാൻ പോയി. ആ ബാലിനെ സേവിക്കുമ്പോൾ ദൈവവുമായി ഉടമ്പടി കട്ടായിപ്പോയി. ആ ഉടമ്പടി കട്ടായി പോയ ആ ജനതയെ നോക്കിയിട്ടാണ് ജെറമ്യാ പറഞ്ഞത്, ഞാൻ ഭൂമിയെ നോക്കിയത് പാഴും ശൂന്യവുമായിരുന്നു. അപ്പം
ഉൽപ്പത്തി 1:1 2 വാക്യത്തിൽ ഭൂമി പാഴും ശൂന്യമായിരുന്നു പറഞ്ഞാൽ ദൈവത്തിന്റെ ക്രിയേഷൻ, ദൈവം സൃഷ്ടിച്ച ഭൂമിയിലെ മനുഷ്യർ, അന്ന് താമസിച്ചിരുന്ന മനുഷ്യർ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞു വരുവാൻ ആഗ്രഹിക്കുന്നത്. ആദമല്ല ആദ്യത്തെ മനുഷ്യൻ. ഇത് നിങ്ങളുടെ മനസ്സിൽ കുറിച്ചു വെക്കുക. ആദ്യത്തെ മനുഷ്യൻ ആദമല്ല. ആദമിന് മുൻപ് തന്നെ വലിയൊരു ജനവിഭാഗം അവിടെയുണ്ട്. അതുകൊണ്ടാണ് വെള്ളത്തിന്റെ മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ആ വെള്ളം എന്ന് പറയുന്നത് ജനസമൂഹമാണ്, മനുഷ്യരാണ്. അവർ എത്ര ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ജീവിച്ചിരുന്നോ, എത്ര കാലം അവരുടെ സൃഷ്ടി നടന്നിട്ട് എത്ര വർഷമായിരുന്നു, അവരെങ്ങനെയാണ് ഉണ്ടായി വന്നോ എന്നോ ഒന്നും തന്നെ പറയാൻ വേണ്ടിയല്ല ഉൽപ്പത്തി പുസ്തകം എഴുതിയത്. നിങ്ങൾ അത് മനസ്സിലാക്കുക. ഒരിക്കൽ പോലും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം എഴുതിയത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന സത്യമാണ്. അത് എപ്പോ സൃഷ്ടിച്ചു, എങ്ങനെ സൃഷ്ടിച്ചു എന്നതല്ല ഉൽപ്പത്തിയുടെ പ്രമേയം. ഉൽപ്പത്തി 1, 2, 3 അധ്യായത്തിൽ പറയുന്നത് ദൈവത്തിന്റെ ഉടമ്പടിയുടെ വാക്കുകളാണ്. ഹല്ലേലൂയ. ഉടമ്പടിയുടെ വാക്കുകളാണ്. ദൈവം മനുഷ്യനോട് എങ്ങനെയാണ് ഉടമ്പടിയിലെത്തിയത്, ദൈവം എങ്ങനെയാണ് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിയത്, ദൈവം മനുഷ്യനെ എങ്ങനെയാണ് തന്റെ മനുഷ്യരാക്കി മാറ്റിയത്, വെറും പ്രാകൃത മനുഷ്യരായ ആളുകൾ എങ്ങനെ ആത്മീക മനുഷ്യരായി മാറി, ഈ വിധമാണ്. അതായത് ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പുതിയ നിയമത്തിൽ വന്നിട്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന വാക്കിന് അർത്ഥം പോലും നമുക്ക് മനസ്സിലാകാതെ പോകും. നമ്മളും അത് അറിയാതെ സംസാരിച്ചിട്ടുണ്ട് മുമ്പ്. പക്ഷെ ഇന്ന് നമ്മൾ കുറച്ചും കൂടെ അറിഞ്ഞ്, പൗലോസിന്റെ ഭാഷ പറഞ്ഞ, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ഞാൻ പുരുഷനായത് ശേഷമോ പുരുഷനെ പോലെ സംസാരിക്കുന്നു. സോ ഇപ്പൊ നമ്മൾ ഈ ഒരു റെവലേഷനിൽ ഒക്കെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ വെള്ളത്തിന് മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുക? വെള്ളത്തിന്റെ മീതെ പറയുമ്പോൾ ജനത്തിന്റെ മീതെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഹോളി സ്പിരിറ്റ് ഇങ്ങനെ കോഴി മുട്ടയ്ക്ക് അടയിരിക്കുന്നത് പോലെ ഇങ്ങനെ. എന്തിനാ? ഒരു ക്രിയേഷനെ പുറത്തു കൊണ്ടുവരണം. അപ്പൊ ദൈവം വെളിച്ചം ഉണ്ടാട്ടെന്ന് പറഞ്ഞാൽ വെളിച്ചം ക്രിസ്തു വരുന്ന ഞാൻ പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലുണ്ട് ആ വെളിച്ചം ക്രിസ്തു വരുന്ന, അവൻ ജീവൻ ഉണ്ടാകും, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പം എന്തിനാ പരിശുദ്ധാത്മാവ് അവിടെ പരിവർത്തിച്ചത്? ജനത്തിന് എന്ത് കൊടുക്കണം? ജീവൻ കൊടുക്കണം. ഏത് ജീവൻ? ദൈവത്തിന്റെ ജീവൻ. അതിന്റെ അർത്ഥം അവിടെയുള്ള ആൾക്ക് ജീവനില്ലേ? ഉണ്ട്. അവിടെയുള്ള ആളുകൾക്കുള്ള ജീവൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് എ ബീസ് ലൈഫ്, മൃഗങ്ങളെ പോലെ തന്നെ ശ്വസിക്കുന്ന ശ്വസന ജീവൻ. വെറും നാച്ചുറൽ ലൈഫുള്ള, ബയോളജിക്കൽ ലൈഫുള്ള മനുഷ്യരുടെ പുറത്ത് തമ്പുരാൻ തന്റെ ജീവൻ കൊടുത്ത് മനുഷ്യനെ നിത്യനാക്കി മാറ്റണം, ഇമ്മോർട്ടലാക്കി മാറ്റണം. ശ്രദ്ധിക്കുക പ്രിയരെ, ഇമ്മോർട്ടലാക്കി മാറ്റണം. അവന് ദൈവത്തിന്റെ ജീവൻ കൊടുത്ത് ദൈവത്തോടു കൂടെ അവനെ കൊണ്ടുവരണം, ദൈവത്തിന്റെ മക്കളാക്കി അവരെ മാറ്റണം. ഈ ഒരു പ്രധാന വിഷയത്തിന് വേണ്ടിയാണ് പരിശുദ്ധ റൂഹ എന്ത് ചെയ്യാണ്? അതിന്റെ മീതെ പരിവർത്തിക്കുന്നു. ആ പരിവർത്തിക്കുമ്പോൾ ദൈവം പറയാണ്, വെളിച്ചം വരട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ. ആ വെളിച്ചം ക്രിസ്തു ആയിരുന്നു ഞാൻ പറഞ്ഞു. ആ ക്രിസ്തുവാണ് വെളിപ്പെട്ടത് ഞാൻ പറഞ്ഞു. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇരുളിൽ നിന്ന് വെളിച്ചം വരണമെന്ന് പറയുന്ന ദൈവം ക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തെ കൊണ്ടുവന്ന, എന്തിനാ കൊണ്ടുവന്നത്? ക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവതേജ. അപ്പൊ ക്രിസ്തുവിന്റെ തേജസ്, ക്രിസ്തുവിന്റെ ജീവൻ, ക്രിസ്തുവിന്റെ പരിജ്ഞാനം, ക്രിസ്തു എങ്ങനെയാണോ പിതാവായ ദൈവത്തെ അറിഞ്ഞ അറിവ്, ആ നിത്യജീവൻ. ഓ മൈ ഗോഡ്, ഹൗ ക്രൈസ്റ്റ് എങ്ങനെയാണോ ഫാദർ ഗോഡുമായിട്ട് ആ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നത്, ആ ബന്ധം, ആ നിത്യജീവൻ, ആ റിലേഷൻഷിപ്പ്, ആ ലൈഫ്, അതാണ് പ്രകാശം. ആ പ്രകാശം ഈ പാഴും ശൂന്യമായ ജനത്തിന്റെ മീതെ വരേണ്ടതിന് പരിശുദ്ധ റൂഹ പരിവർത്തിക്കുന്നു. വെളിച്ചത്തെ ദൈവം കൊണ്ടുവരുന്നു. അപ്പൊ വെളിച്ചത്തെ കൊണ്ടുവരുമ്പോൾ മനുഷ്യൻ ആരായി മാറുകയാണ്? വെളിച്ചം വാന്നു, അവനിൽ ജീവനുണ്ട്. ആ ജീവൻ എന്തുവരുന്നു? മനുഷ്യരുടെ ആദ്യ മനുഷ്യർക്ക് എന്താ കിട്ടുന്നത്? വെളിച്ചം. ആ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് മനുഷ്യൻ എങ്ങോട്ട് യാത്ര ചെയ്യാണ്? ജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം ശ്രദ്ധിക്കൂ, അങ്ങനെ 1-ാം നാൾ കഴിഞ്ഞു, 2-ാം നാൾ, 3-ാം നാൾ, 4-ാം നാൾ, 5-ാം നാൾ, എല്ലാത്തിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വീണ്ടും അത് കേൾക്കുക. ഒരിക്കൽ കേട്ടു എന്ന് പറഞ്ഞിട്ട് കളയരുത്. ആവർത്തനം ഒരിക്കലും അത് വിരസമായിട്ട് തോന്നരുത്. ആവർത്തനങ്ങൾ സത്യങ്ങളെ ഉറപ്പിക്കും, വീണ്ടും വീണ്ടും ഉറപ്പിക്കും. 26-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ദൈവം പറഞ്ഞു, അനന്തരം ദൈവം പറയാണ്, നാം നമ്മുടെ ഛായയിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കാം. അപ്പം ആദ്യത്തെ ഉൽപ്പത്തി 1:2 എന്താ പറഞ്ഞേക്കുന്നത്? പരിശുദ്ധ റൂഹ വെള്ളത്തിന് മീതെ പരിവർത്തിക്കുന്നു, മനുഷ്യരുടെ മീതെ എന്ത് വരട്ടെ? വെളിച്ചം വരട്ടെ. വെളിച്ചം എന്താ? അറിവ്. അജ്ഞത മാറട്ടെ, അറിവ് മാറട്ടെ, അറിവുകേട് മാറട്ടെ, ഇരുള് മാറട്ടെ എന്ന് ദൈവം കൽപ്പിക്കുന്നു. ആ ഇരുള് മാറ്റിയ ശേഷം തമ്പുരാൻ പറയുന്നു, ഇനി എന്ത് വരണം? അവർക്ക് വെളിച്ചം വരട്ടെ, അറിവുണ്ടാകട്ടെ, ബോധം വരട്ടെ, സുബോധത്തിലേക്ക് വരട്ടെ. മനുഷ്യനെ ഇതിങ്ങനെയാ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ഇത് തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ പുതിയ നിയമത്തിൽ നമുക്ക് സംഭവിച്ചത്?
സുവിശേഷ നിമിത്തം ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുന്ന ദൈവം. ആ ജീവനും അക്ഷയതയും വെളിപ്പെടുത്തിയ തമ്പുരാൻ എന്താ ചെയ്തത്? നമുക്ക് ആദ്യം ഒരു വെളിച്ചം തന്നു. എന്തുവാ? സത്യത്തിൽ നമ്മൾ കേട്ട സുവിശേഷം വെളിച്ചം തന്ന സുവിശേഷമല്ല. നമ്മൾ കേട്ട സുവിശേഷം സത്യത്തിൽ നമ്മൾ പാപിയാണ് ആദ്യം കേട്ടത്. നമ്മുടെ ഗോസ്പൽ ആരംഭിച്ചത് നമ്മൾ പാപിയാണ്, അതായത് നമ്മൾ ഇരുട്ടാണ്, ഇരുട്ടിന്റെ സന്ദേശം, നമ്മൾ ഇരുട്ടാണെന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. എന്നിട്ടാണ് നാശത്തിലേക്ക് പോകണ്ടെങ്കിൽ രക്ഷിക്കപ്പെടാൻ പറയുക. നമ്മൾ ജീവന്റെ സുവിശേഷം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ സംശയമുണ്ട്. നമുക്ക് ദൈവം സുവിശേഷ നിമിത്തം വെളിച്ചം തരിക. ആ വെളിച്ചം നമ്മളിലേക്ക് എന്ത് വരുന്നു? ആ വെളിച്ചം ക്രിസ്തുവിലേക്ക് വരുന്നു. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നമ്മൾ വളരാൻ ആരംഭിക്കുന്നു. ക്രിസ്തുവിന്റെ ജീവനിൽ വളരുവാൻ തുടങ്ങുന്നു. അങ്ങനെ നമ്മൾ ആരായി മാറുകയാണ്? ഒരു പുതിയ ആത്മ മനുഷ്യനായി മാറുക. അപ്പം നമ്മൾ ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് ആരായിരുന്നു? പ്രാകൃത മനുഷ്യരായിരുന്നു. ആദാമിന്റെ പ്രതിരൂപമുള്ളവരായിരുന്നു. ഒന്നാമത്തെ ആദാമിന്റെ ഛായയുള്ളവരായിരുന്നു, പ്രതിരൂപമായിരുന്നു. ഒന്നാമത്തെ ആദാമിന്റെ പ്രത്യേകം എന്തുവാ? ദൈവമില്ല, ജീവനില്ല, വെളിച്ചമില്ല, ഒന്നുമില്ല. പ്രാകൃത മനുഷ്യൻ, ജഡിക മനുഷ്യൻ. എന്നാൽ സുവിശേഷ നിമിത്തം നമ്മളെ ദൈവം ആരാക്കി മാറ്റി? ക്രിസ്തുവിനെ പോലെയാക്കി മാറ്റി, ആത്മ മനുഷ്യരാക്കി മാറ്റി. നമ്മൾ ആത്മ മനുഷ്യരായി മാറി, നവജീവനുള്ളവരായി മാറി. ഓക്കെ, ഞാൻ ഒരുപാട് ഇങ്ങനെ വലിച്ചിട്ടാ പോവാം. ഓക്കെ, അങ്ങനെ ഒന്നാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം ദൈവം പറയാണ്, നമ്മുടെ ഛായയിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. ലെറ്റസ് ഓർഡെയിൻ മാൻ. അത് ക്രിയേഷൻ അല്ല പ്രിയപ്പെട്ടവരെ. ഇത് നിങ്ങൾ ദയവ് ചെയ്ത് ഒന്നുകൂടെ കേൾക്കുക. ഇത് ദൈവം മണ്ണ് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കുന്ന കഥയല്ല. ദൈവം പറയാണ്, നമുക്ക് നമ്മുടെ ഛായയും സ്വരൂപത്തിലും മനുഷ്യനെ ഓർഡെയിൻ ചെയ്യാം. അതായത് നമ്മുടെ ഛായയും സ്വരൂപം എക്സ്പ്രസ് ചെയ്യാൻ, നമ്മുടെ സ്വരൂപത്തെയും നമ്മുടെ ഛായയെയും ലോകത്തിന് വെളിപ്പെടുത്താൻ, സൃഷ്ടികൾക്ക് വെളിപ്പെടുത്താൻ നമുക്ക് മനുഷ്യനെ ഓർഡെയിൻ ചെയ്യാം. ലെറ്റ് us ordain man. Glory to God. Let us ordain man. So ordain ചെയ്യാം. അപ്പം അത് കഴിഞ്ഞിട്ട് ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിക്കുന്നു. അപ്പൊ അവിടെ ആണും പെണ്ണും ഉണ്ട്. അപ്പം 1-ാം അധ്യായത്തിൽ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഓർഡെയിൻ ചെയ്യാന്നേ പറഞ്ഞിട്ടുള്ളൂ. ലെറ്റ് us make man. Let us make man എന്ന് പറഞ്ഞിട്ട് ഉടനെ തൊട്ട് താഴെ പറയുന്ന ദൈവം അവരെ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചിട്ട് അവർക്ക് ഭക്ഷിപ്പാനുള്ളത് കൊടുത്തു. ഇങ്ങനെ എല്ലാം കൊടുത്തിട്ട് 2-ാം അധ്യായത്തിൽ വരുമ്പോൾ ദൈവം എന്ത് ചെയ്യുക? വിശ്രമിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ദൈവം പറയുകയാണ്, നമുക്ക് ദൈവം അങ്ങനെ മനുഷ്യനെ മണ്ണിൽ നിന്ന്, പൂഴിയിൽ നിന്നുണ്ടാക്കി, ഭൂമിയിലെ പൊടിയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അവന്റെ മൂക്കിൽ എന്തുണ്ട്? ജീവന്റെ ശ്വാസമൂതി. അപ്പം ആദമിനെ എങ്ങനെ ആദമിനെ എങ്ങനെ ഫോം ചെയ്തതെന്നത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, മനുഷ്യരെ എങ്ങനെയാണ് ദൈവം തമ്പുരാൻ, ഈ അബ്സല്യൂട്ട് മാൻ ആണോ? എന്താണിത്? ആദ്യത്തെ മനുഷ്യനാണോ? അല്ല. പിന്നെന്താ? ആ ജനസമുദ്രത്തിൽ നിന്ന് ദൈവം തെരഞ്ഞെടുത്ത ആദ്യത്തെ മനുഷ്യനാണ് ആദം. അപ്പം അവിടെ കിടന്ന ജനങ്ങളെല്ലാം ആരാണ്? അവിടെ കിടന്ന ജനങ്ങൾ ആരാണ്? സാധാരണ ജനം. ഇനി ആദമിനെ കൂടാതെ ഭൂമിയിൽ മനുഷ്യരുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കർത്താവിന്റെ വാക്കുകളെ മാത്രം നമുക്ക് ആദ്യമായിട്ട് മുഖവിലക്കെടുക്കാം. ഉൽപ്പത്തിയിലേക്ക് നമ്മുടെ മോശ എഴുതി വെച്ചതിനേക്കാൾ നമുക്ക് യേശു ക്രിസ്തു പറഞ്ഞതിനെ നമുക്കൊന്ന് മുഖവിലക്കെടുക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 49-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന് 49-ാം വാക്യം. അതുകൊണ്ട് ദൈവത്തിന്റെ ജ്ഞാനവും പറയുന്നത്, ഞാൻ പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും അവരുടെ അടുക്കൽ അയക്കുന്നു. അവരിൽ ചിലരെ അവർ കൊല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യും. ആരൊക്കെ അയക്കുന്നു? അപ്പോസ്തലന്മാരെയും പ്രവാചകൻ. ഈ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞാൽ ആരാ? പുതിയ നിയമത്തിലെ കർത്താവിന്റെ ദൂതുവാഹികളുടെ പേരാണ് അപ്പോസ്തലൻ. പഴയ നിയമത്തിലെ ദൈവശബ്ദം കൊണ്ടുപോകുന്ന ആളുകളുടെ പേരാണ് പ്രവാചകൻ. ഇവിടെ കിട്ടുന്ന ഞാൻ പറഞ്ഞ അപ്പോസ്തലൻ പ്രവാചകൻ. അപ്പൊ പഴയ നിയമത്തിലെ ശുശ്രൂഷകന്മാരെ, ദൈവശബ്ദം കൊണ്ടുവരുന്നവരെ വിളിക്കുന്ന പേര് പ്രവാചകന്മാരാണ്. പുതിയ നിയമത്തിൽ ദൈവം ആരെ അയക്കുന്നു? അപ്പോസ്റ്റൽസിനെ അയക്കുന്നു. ശരി, അതെന്താണെന്ന് പറഞ്ഞാൽ പിന്നെ കാണാൻ പറഞ്ഞുതരാം. ഹാബേലിന്റെ രക്തം തുടങ്ങി യാഗപീഠത്തിനും ആലയത്തിനും നടുവിൽ വെച്ച്
പട്ടുപോയ സെക്കറിയാവിന്റെ രക്തം വരെ ലോകസ്ഥാപനം മുതൽ ചൊരിഞ്ഞിരിക്കുന്ന സകല പ്രവാചകന്മാരുടെയും രക്തം ഈ തലമുറയോട് ചോദിപ്പാൻ ഇടവരേണ്ടതിന് തന്നെ. അതെ, ഈ തലമുറയോട് അത് ചോദിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ ആബേൽ എന്ന വ്യക്തിയെ തുടങ്ങിയിട്ട് ദേവാലയത്തിന്റെ യാഗപീഠത്തിന്റെ നടുവിൽ വെച്ച് കൊല്ലപ്പെട്ട സെക്കറിയാവിന്റെ രക്തം, ഞാൻ അതിനെക്കുറിച്ച് കേട്ടത് ശരിയാണോ എന്ന് എനിക്ക് ഒരു റെഫറൻസിൽ ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്. ഈ സെക്കറിയാവ് എന്ന് പറയുന്നത് യോഹന്നാൻ സ്നാപകന്റെ അപ്പനാണെന്ന് പറയുന്ന ഒരു, അത് പൂർണ്ണമായിട്ട് എനിക്ക് അറിയത്തില്ല, എന്നാലും ഞാനൊന്ന് ഒരു ചിന്ത പറയാം. ഈ അതിനെക്കുറിച്ച് ഒരു സംഭവം ഒരു റെഫറൻസ് ഗ്രന്ഥത്തിൽ വായിച്ചത്, അത് ഓതന്റിക്കാന്ന് എനിക്ക് വിശ്വാസം. ഈ സെക്കറിയാവിനെയും കൊണ്ട് സെക്കറിയാവിനെ അല്ല യോഹന്നാൻ സ്നാപകനെ കൊണ്ട് സെക്കറിയാവ് ദേവാലയത്തിലേക്ക് വരും. കാരണം ഹെരോദാവ് കുഞ്ഞുങ്ങളെല്ലാം കൊല്ലാൻ തുടങ്ങിയപ്പോൾ, കാരണം യേശുക്രിസ്തുവിന്റെ പ്രായത്തിന് ഒരു 6 മാസം പ്രായ വ്യത്യാസമേ ഉള്ളൂ സെക്കറിയാവിന്, അല്ല യോഹന്നാൻ സ്നാപകൻ. അപ്പൊ യോഹന്നാൻ സ്നാപകന്റെ അപ്പനായ സെക്കറിയാവ് പുരോഹിതനാണ്. താൻ ഈ കുഞ്ഞിനെ കൊണ്ട് ഓടി ദേവാലയത്തിൽ വന്നു, ഹെരോദന്റെ ആളുകളുടെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് അതിനെ കൊണ്ട് ബലിപീഠത്തിൽ യാഗപീഠത്തിനടുത്ത് കൊണ്ടുവച്ചിട്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇത് നീ അയച്ച മകനാണ്, നിന്റെ വഴിയൊരുക്കാൻ വന്നവനാണ്, ദൈവം ആലോചന പ്രകാരം ജനിച്ചവനാണ്, ഈ ആളിനെ സൂക്ഷിച്ചോണമെന്ന് പറഞ്ഞു. അപ്പൊ സെക്കറിയാവ് തന്റെ മകനെ യാഗപീഠത്തിന്റെ അടുക്കൽ വെച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് ഈ മകനെ മറ്റൊരു ബാല്യക്കാരന്റെ പക്കൽ ഏൽപ്പിച്ച് യഹൂദിയ മരുഭൂമിയിലേക്ക്, ഈ ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ വേദപുസ്തകത്തെ പകർത്തി എഴുതുന്ന ആ ഒരു വലിയ കൂട്ടം ആളുകൾ മരുഭൂമിയിൽ താമസിക്കുന്നുണ്ട്, യഹൂദിയ മരുഭൂമിയിൽ. ആ യഹൂദിയ മരുഭൂമിയിലേക്ക് ഈ കുഞ്ഞിനെ കൊടുത്തുവിട്ട് താൻ അവിടെ തന്നെ തുടരുകയാണ്. അതേസമയം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ കൊണ്ട് മറിയയും ജോസഫും മിസ്രൈമിലേക്ക് പോയി, ആറ്റയിൽ. അതിന് തൊട്ടു മുമ്പ് മറ്റൊരു കാര്യം ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്. നമ്മുടെ നഥനയേലിനെ കൊണ്ട് നഥനയേലിന്റെ അപ്പൻ ഓടി വന്ന് ദേവാലയത്തിലേക്ക് ഓടിക്കയറി. ഹെരോദന്റെ ആളുകൾ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് കണ്ട് ദേവാലയത്തിലേക്ക് ഓടിക്കയറിയിട്ട് ദൈവകരങ്ങളിലേക്ക് ഇവനെ സമർപ്പിച്ചിട്ട് അവരുടെ കണ്ണിൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥിച്ച് ഏൽപ്പിച്ച ശേഷം ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇദ്ദേഹം മിസ്രൈമിലേക്ക് പോകുന്ന വഴിയുണ്ട്, എഫ്രാത്ത്. ആ പോകുന്ന വഴിയിൽ എനിക്ക് തോന്നുന്നു അവിടെ ഒരു അത്തിയുടെ ഇലകളുടെ മറവിൽ തുണിയിൽ പൊതിഞ്ഞ് ആ കൊച്ചു പൈതലിനെ അത്തിയുടെ മറവിൽ കൊണ്ടുവന്ന് മറച്ചു വെച്ചു. നഥനയേലിന്റെ അപ്പൻ സെക്കറിയാവ് മകനെ മരുഭൂമിയിലേക്ക് ഓടിച്ചു, മറ്റൊരാളെ കൊടുത്തു. നമ്മുടെ കർത്താവ് യേശു ഒരിക്കൽ നഥനയേലിനെ കണ്ടെത്തിയിട്ട് പറയുന്നൊരു വാചകം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ഫിലിപ്പോസിനോട് ചോദിക്കുമ്പോൾ, ഞങ്ങൾ പ്രവാചകന്മാരും മോശം എഴുതിയിരിക്കുന്നവനെ കണ്ടു എന്ന് പറഞ്ഞു. അവൻ നസ്രയനായ യേശു ആണ്. അപ്പം നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിക്കുമ്പോൾ മിശിഹാമ്പുരാന്റെ അടുക്കലേക്ക് ഇവനെ കൊണ്ടുവരുമ്പോൾ യേശു പറഞ്ഞൊരു വാചകം ഇങ്ങനെയുണ്ട്, നീ സാക്ഷാൽ ഇസ്രായേലിയൻ, നിന്നിൽ കപടമില്ല എന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ആ വാക്യം എങ്ങനെയാണ്, ഞാനത് വായിക്കാം. ഇറ്റ്സ് വണ്ടർഫുൾ വേർഡ്സ്. അതിങ്ങനെ നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് യേശു, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്നവനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ച് അറിയും എന്ന് ചോദിച്ചതിന്, നിനക്ക് എന്നെ എവിടെ വെച്ച് അറിയാമെന്ന്, എവിടെ വെച്ചറിയാം, എങ്ങനെ അറിയാന്നല്ല, വെരി ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. നിനക്കെന്നെ എവിടെ വെച്ച് അറിയാം എന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുൻപേ, യേശു പറയാ, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുൻപേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് ഉത്തരം പറഞ്ഞു. ഇതിന് എനിക്ക് തോന്നുന്നു വേദപണ്ഡിതന്മാരുടെ ഇടയിൽ പല കമന്ററിയിൽ ഞാൻ നോക്കിയപ്പോൾ എബ്രായിക്ക് കമന്ററിയിൽ കൊടുത്തിരിക്കുന്ന ഒരു വ്യാഖ്യാനം, നഥനയേലിനെ അവന്റെ അപ്പൻ അത്തിയുടെ കീഴിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചപ്പോൾ ആ സമയത്ത് ആണ് ഒരു കഴുതയുടെ പുറത്ത് മറിയയും ഈ കുഞ്ഞു പൈതലിനെയും, അതായത് യേശുവിനെയും കൊണ്ട് ജോസഫ് മിസ്രൈമിലേക്ക് ഓടിപ്പോകുന്ന സന്ദർഭത്തിൽ
ആ പോകുന്ന വഴിയിൽ, ആ വഴിയാത്രയിൽ ആരും അറിയാതെ ഒളിച്ചു വെച്ചിരിക്കുന്ന നഥനയേലിനെ, മറിയയുടെ കയ്യിലിരുന്ന ദൈവത്തിന്റെ പുത്രൻ, എന്നേക്കും ജീവിക്കുന്ന അനാദിയും ശാശ്വതമായ നിത്യനായ പുത്രൻ, അവനെ കണ്ടു. എവിടെ വെച്ച് എന്നെ കണ്ടു എന്ന് ചോദിച്ചപ്പോ, നീ അത്തിയുടെ കീഴിൽ ഇരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ശത്രുവിന്റെ കയ്യിൽപ്പെടാതെ, ഹെറോദിന്റെ കയ്യിൽപ്പെടാതെ, മരണത്തെ ഭയപ്പെട്ട് ദൈവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട് അത്തിയുടെ ഇടയിൽ ഒളിക്കപ്പെട്ടിരിക്കുന്നവനെ യേശു കണ്ടു. യേശു കണ്ടു. നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. കാരണം നഥനയേലിന് നല്ലതുപോലെ അറിയാം, പണ്ട് ഞാൻ ചെറിയ പ്രായത്തിൽ അത്തിയുടെ ഇലയുടെ മറവിൽ കൊണ്ടുവച്ച് എന്നെ രക്ഷിച്ചതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം അറിയാവുന്ന കർത്താവ്, നമ്മുടെ ജീവിതത്തിന്റെ സങ്കീർത്തനം പറഞ്ഞു, എന്റെ കിടപ്പും എന്റെ നടപ്പും എന്റെ നിൽപ്പും എന്റെ ചിന്തയും എന്റെ വിചാരവും വികാരവും എല്ലാം അറിയാവുന്ന ദൈവം, എല്ലാം അറിയാവുന്ന കർത്താവാണ്. അവന്റെ കണ്ണിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. കാരണം വചനം ജഡമായി തീർന്നു എന്ന് വചനത്തിൽ നാം വായിക്കുന്നു. ക്രിസ്തു വചനമായവൻ, ആ വചനമായവന്റെ മുമ്പിൽ സകലതും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവന്റെ കണ്ണിന് മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. നഥനയേലേ, നിന്നെ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഞാൻ സെക്കറിയാവിന്റെ കാര്യം പറയാൻ വന്നതാ. നഥനയേലിന്റെ അപ്പൻ മകനെ കൊണ്ട് രക്ഷിച്ചു. സെക്കറിയാവൻ തന്റെ മകനെ മരുഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടു. ഹെരോദിന്റെ ആളുകൾ വന്ന് സെക്കറിയാവിനോട് ചോദിച്ചു, വേർ ഈസ് യുവർ സൺ? അദ്ദേഹം പറഞ്ഞു, അറിയത്തില്ല. ആ യാഗപീഠത്തിന്റെ അരികിൽ വെച്ച് സെക്കറിയാവിനെ വെട്ടിക്കൊന്നു എന്ന് ഒരു റഫറൻസ്, ഒരു കമന്ററി ഞാൻ വായിക്കുകയുണ്ടായി. അങ്ങനാണെങ്കിൽ ആദ്യമായി കൊല്ലപ്പെട്ടത് ഹാബേൽ, അവസാനമായി കൊല്ലപ്പെട്ടത് സെക്കറിയാവ്, ദൈവത്തിന്റെ ദാസൻ, പ്രവാചകൻ, ഒരു പുരോഹിതൻ, ദൈവത്തിന്റെ പുരോഹിതൻ. അപ്പൊ പ്രവാചകൻ മുതൽ പുരോഹിതൻ വരെയുള്ള ആയിരക്കണക്കിന് ദൈവമനുഷ്യർ മരിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം, തമ്പുരാൻ ഇവിടെ ഹാബേലിനെ പ്രവാചകന്മാരുടെ ഗണത്തിലാണ് ഉൾപ്പെടുത്തി. ഞാൻ ദൈവം അനുവദിക്കുന്നെങ്കിൽ മുൻപോട്ടുള്ള യാത്രയിൽ ഇദ്ദേഹം പ്രവാചകനാണെന്ന് പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാക്കി തരാം. അപ്പൊ ഹാബേൽ പ്രവാചകനായിരുന്നു. അപ്പോൾ അടുത്തൊരു ചോദ്യം, ആദമും ആദമിന്റെ ഭാര്യ ഹൗവയും കായേൻ ഹാബേൽ, ഇങ്ങനെ 4 പേരാണ് ആ കുടുംബത്തിലുള്ളത്. ഈ കുടുംബത്തിൽ 4 പേര് ഇരിക്കെ എന്തിനു വേണ്ടിയാണ് ആബേലിനെ ദൈവം പ്രവാചകനാക്കിയത്? തന്റെ വീട്ടുകാരോട് മാത്രം പറയാനല്ല. കാരണം ഏദൻ തോട്ടത്തിന് പുറത്ത്, ഏദന് കിഴക്ക്, പടിഞ്ഞാറ് പല ഏരിയയിൽ അനേക കുടിയിരിപ്പുകൾ, സിവിലൈസേഷൻസ് ഉണ്ട്. ദൈവത്തെ സംബന്ധിച്ചും സൃഷ്ടിതാവിനെ സംബന്ധിച്ചും ആദ്യമായി വെളിപ്പാട് കിട്ടിയത് ആദമിനും കുടുംബത്തിനുമാണ്. ആ കുടുംബത്തിലെ ഇളയ മകനായ, 2ാം മകനായ ആബേലിനെ ദൈവത്തിന്റെ പ്രവാചകനാക്കി നിർത്തിയത് വീട്ടിൽ പ്രവചിക്കാനല്ല, മറിച്ച് അവൻ സിവിലൈസേഷൻ പുറത്തുള്ള മറ്റ് ജനങ്ങളോട് ദൈവത്തിന്റെ പ്രവചനം, ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് പറയാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത മനുഷ്യനാണ് ആബേൽ. ആബേൽ പ്രവാചകനാണ്. അപ്പം ആബേൽ പ്രവാചകനാണ് എന്ന് പറഞ്ഞ അർത്ഥം, ഇതിനകത്ത് മനസ്സിലാക്കുന്ന ഒരു ട്രൂത്ത്, ആബേൽ പ്രോഫറ്റായി എന്നതുകൊണ്ട് ആദാമിന്റെ കുടുംബത്തിലല്ലാതെ വെളിയിൽ ജനവിഭാഗമുണ്ട് എന്നർത്ഥം. രണ്ടാമത്തെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇത് യേശു ക്രിസ്തുവിന്റെ വാക്ക്. യേശു ചുമ്മാതെ ഒരിക്കലും ഈ പ്രവാചകന്മാരുടെ പട്ടികയിൽ ഹാബേലിനെ കൊണ്ടുവന്ന് ഇടത്തില്ല. കാരണം ബൈബിളിൽ ഒരിടത്തും ഹാബേൽ പ്രവചിച്ചതായിട്ടോ ഹാബേൽ എന്തെങ്കിലും ചെയ്തതായിട്ടോ ദൂത് പറഞ്ഞതായിട്ടോ ഒന്നുമില്ല. അത് അറിയാവുന്നത് നമ്മുടെ യേശുവിന് മാത്രമേ അറിയത്തുള്ളൂ. കാരണം സൃഷ്ടിതാവിന് മാത്രമേ ആ സൃഷ്ടിയുടെ സത്യത്തെ അറിയത്തുള്ളൂ. സോ യേശുവിന്റെ തിരുനാവിൽ നിന്ന് വന്ന ആ വാക്കിനെ ആഴമായി ഞാൻ വിശ്വസിച്ച് ഉറക്കെ പറയുന്നു, ഹാബേൽ പ്രവാചകനാണ്. ഹാബേൽ പ്രവാചകനാണെങ്കിൽ ആ പ്രവചന ദൂത് കേൾക്കേണ്ട ജനവിഭാഗം തോട്ടത്തിന് പുറത്തുണ്ട്, തോട്ടത്തിനകത്തുണ്ട്. അങ്ങനെ അതിന്റെ അർത്ഥം, ആദം വാസ് നോട്ട് ദ അൾട്ടിമേറ്റ് മാൻ, ആദം വാസ് എ സ്പിരിച്വൽ മാൻ എമംഗ് ദ നാച്ചുറൽ മെൻ. സാധാരണ മനുഷ്യരുടെ നടുവിൽ നിന്ന് ദൈവം ചൂസ് ചെയ്ത, ദൈവം തെരഞ്ഞെടുത്ത മനുഷ്യരാണ്. ആദ്യത്തെ മനുഷ്യനാണ് ആദം, ആത്മമനുഷ്യൻ, ദൈവത്തെക്കുറിച്ചുള്ള അവബോധം ലഭിച്ച ആദ്യത്തെ മനുഷ്യൻ. ഇനി അതാണ് ആദ്യത്തെ പോയിന്റ്, അത് യേശുവിൽ തന്നെ എടുത്തു. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉൽപ്പത്തിയിൽ തന്നെ നമ്മൾ പോകുമ്പോൾ അവിടെ കായൻ ഹാബേലിനെ കൊല്ലുന്നുണ്ട്, വയലിൽ കൊണ്ടുപോയി കൊല്ലുന്നു. ആ കൊന്ന ശേഷം അവന്റെ രക്തം നിലവിളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ കായൻ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്,
ദൈവം പറയും, ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങാൻ വായു തുറന്ന് ദേശം വിട്ട് നീ ശാപഗ്രസ്തനായി പോകണം. നീ കൃഷി ചെയ്യുന്ന നിലം ഇനിമേൽ നിനക്ക് തന്റെ വീര്യം നിനക്ക് തരികയില്ല. നീ ഭൂമിയിൽ ഉഴലുന്നവനാകും. കായൻ യഹോവയോട് എന്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലുതാകുന്നു. ഇതാ നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു. നീ എന്നെ ആട്ടിക്കളയുന്നു. ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴലുന്നവനാകും. ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു. ആരെങ്കിലും എന്നെ കണ്ടാൽ, അർത്ഥം പുറത്ത്, കാരണം ഇവന് വേറൊരു എന്താ പറയുക, സിവിലൈസേഷനിലുള്ള ആളാ, സ്പെഷ്യൽ പീപ്പിളാ. മറ്റ് ആളുകൾ ഇവരുടെ അടിമകളാണ്, സബ്സെർവിയൻസ് ആണ്, സബോർഡിനേറ്റ്സ് ആണ്, താഴെയുള്ളവരാണ്, ഇവർ റൂൾ ചെയ്യുന്നവരാണ്. അപ്പം ഇദ്ദേഹം ഈ ഒരു വാസസ്ഥലം വിട്ട്, ഈ ഒരു ഫെസിലിറ്റി വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ, മറ്റൊരു സിവിലൈസേഷനിലേക്ക് പോകുമ്പോൾ കാണുന്നവർ തന്നെ കൊല്ലും. നമ്മുടെ ആളുകൾ ഇതിൽ വ്യാഖ്യാനിക്കുന്നത് ആദാമിന്റെ മറ്റ് കുഞ്ഞുങ്ങൾ കൊല്ലുമെന്ന്. അല്ല, ആദം എന്ന് പറയുന്ന ആളിന്റെ, അവർ തോട്ടത്തിലുള്ളപ്പോൾ തോട്ടത്തിന് പുറത്ത് വലിയൊരു ജനസമൂഹമുണ്ട്. അവരിൽ ആരെങ്കിലും തന്നെ കണ്ടാൽ കൊല്ലും എന്ന് പറഞ്ഞ് താൻ ഭയപ്പെടുന്നു. ദൈവം അവനോട് പറയുകയാണ്, അതിന് യഹോവ അവനോട്, അതുകൊണ്ട് ആരെങ്കിലും കയ്യിനെ കൊന്നാൽ അവന് 7 ഇരട്ടി പകരം കിട്ടും എന്നരുളി ചെയ്തു. കായിനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവന് ഒരു അടയാളം വെച്ചു. കൊല്ലാതിരിക്കാനുള്ള അടയാളം എന്തെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെങ്കിലും ഒരിക്കൽ അത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുവാണെങ്കിൽ നമുക്കത് അന്ന് സംസാരിക്കാം. എന്തായാലും കൊല്ലാതിരിക്കേണ്ടതിനൊരു അടയാളമുണ്ട്. അതെന്താണെന്ന് കർത്താവിന് മാത്രമേ ഇപ്പോൾ അറിയത്തുള്ളൂ. നമുക്ക് അവന്റെ ഹൃദയങ്ങളെ ആരായാം. അപ്പം രണ്ടാമത്തത്, പുറത്താളുണ്ട് എന്നതിന് തെളിവ് ഇവിടെ ഈ ഒരു വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. തന്നെ കാണുന്നവർ കൊല്ലുമെങ്കിൽ പുറത്താളുണ്ട് എന്നത് ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ആവർത്തനം ഒന്നുകൂടെ നിങ്ങളുടെ ഹൃദയത്തെ ഉറപ്പിക്കണം. കാരണം മനുഷ്യൻ എന്താണെന്ന് മനസ്സിലാക്കണം. ഈ സ്വർഗം, നമ്മൾ മനുഷ്യനെല്ലാം സ്വർഗത്തിൽ പോകുന്ന നരകത്തിൽ, ഇങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വർഗവും നരകവും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ മതം പഠിപ്പിക്കുന്നത്. നമ്മൾ മതം അല്ല പഠിപ്പിക്കുന്നത്, കർത്താവിന്റെ റിയൽ ഹൃദയമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഭാഗം അങ്ങനെ പോകുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? അങ്ങനെ കയ്യിൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് എന്ന് പാർത്തു. അദ്ദേഹം പാർക്കുന്ന സ്ഥലം നോദ് ദേശം. കയന് അവിടുന്ന് ഓടി നോദ് ദേശത്ത് പാർത്തു. കയൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. അപ്പം അവിടെ ചെന്നൊരു പെണ്ണിനെ കിട്ടി നോദ് ദേശത്ത്. എനിക്ക് ഇതിനകത്ത് വേറൊരു സംശയം, കായന് എവിടുന്ന് ഭാര്യയെ കിട്ടി? എന്തായാലും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും കായന് ദൈവം, കാരണം കായന് ഭാര്യയെ കിട്ടിയത് ആദമിന്റെ മകളിൽ ഒന്നാണെന്ന് പഠിപ്പിക്കുന്നവരാണ് 95% പ്രൊട്ടസ്റ്റന്റുകാർ. അത് വചനം അറിയാവുന്ന വേദപണ്ഡിതന്മാർ പോലും അങ്ങനെയാണ്. അത് ഒരുപാട് വർഷം കൊണ്ട് ഇഷ്ടംപോലെ പെമ്പിളാരുണ്ടായി, ഇഷ്ടംപോലെ അതിലൊരു, കാരണം നമ്മുടെ ബൈബിളിൽ ഒരു വാക്യം പറയുന്നുണ്ട്, നിന്റെ സഹോദരിയുടെ നഗ്നതയെ നീ ദർശിക്കരുത്, അനാവൃതമാക്കരുത്, അവൾ നിന്റെ സഹോദരിയാണ്. അമ്മയുടെ നഗ്നത അനാവൃത. ഇത് നമ്മൾ ലേവ്യ പുസ്തകത്തില് 18-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യം വായിച്ചാൽ മനസ്സിലാകും. ഒരിക്കലും സ്വജാതിയിൽ നിന്ന്, സ്വകുടുംബത്തിൽ നിന്ന്, പെങ്ങളിൽ നിന്ന്, കസിൻസിൽ നിന്ന് മാര്യേജ് എടുക്കാൻ പാടില്ല എന്ന് സ്വർഗത്തിലെ തമ്പുരാൻ കർശനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവം അത് ആരംഭത്തിൽ അങ്ങ് തുടങ്ങുമല്ല. നമ്മളിത് നമ്മുടെ മനസ്സിലിരുന്ന ചിന്ത എന്തോ, ആപ്പാടെ ഒരു വീട്, ഒരാള്, പിന്നെ ഒരു ഭാര്യ, പിന്നെ 2 പിള്ളേർ, പിന്നെ ഇതിങ്ങനെ പെരുകി, അങ്ങനല്ല. മനുഷ്യകുലം എന്ന് പറയുന്നത് എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു. ദൈവം സൃഷ്ടിച്ചു. ഞാൻ ശാസ്ത്രം എന്ത് പറയുന്നതിന് ഞാൻ എതിർക്കാൻ പോകുന്നില്ല. അതിന്റെ ആവശ്യമില്ല. കാരണം ബൈബിൾ ശാസ്ത്രീയ പുസ്തകവും അല്ല. ബൈബിൾ ഇസ് എ സ്പിരിച്വൽ ബുക്ക്. അപ്പൊ ഇനി നിങ്ങൾ മനസ്സിലാക്കാൻ മറ്റൊരു കാര്യം എന്താ, അവിടെ പുറത്ത് ആളുണ്ട്. അപ്പം കായന്, ഞാൻ ഇതിനകത്ത് ഇടയ്ക്ക് വെച്ച് വേറൊരു കാര്യം പറയാം. ഏദൻ തോട്ടത്തിൽ ഞാൻ ഒരു പോയിന്റ് മാത്രം പറയാം, ശ്രദ്ധിച്ചോണം. അത് വിശദീകരണം ഞാൻ പറയാം. ഏദൻ തോട്ടത്തിൽ, അതായത് മനുഷ്യന് ദൈവം പാർക്കാൻ കൊടുത്ത, ആദമിന് പാർക്കാൻ കൊടുത്ത, ആദമിനും കുടുംബത്തിനും പാർക്കാൻ കൊടുത്ത ഏദൻ തോട്ടത്തിനകത്ത് പുറത്തുള്ള ഈ വെളിയിലുള്ള സിവിലൈസേഷനിലെ ഒരുപാട് ആളുകൾ, ധാരാളം ആളുകൾ ഇവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഏദനിൽ ഉണ്ടായിരുന്നു. നോട്ട് ദിസ് പോയിന്റ്. ഏദനിൽ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു പോയിന്റ് കൂടെ പറയാം. ഞാനത് ഇതൊന്ന് കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കമന്റ് എങ്ങനെയും മനസ്സിലായെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ഗ്രൂപ്പിൽ അത് കമന്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടണം.
നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച് അഭിപ്രായം നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു മെസ്സേജ് കേട്ട് കഴിഞ്ഞ ഉടനെ ജസ്റ്റ് ആമയും പറഞ്ഞു പോകരുത്. കൃത്യമായിട്ട്, കാരണം ഈ മെസ്സേജ് ഇന്ത്യയിൽ ആരും കേൾക്കാത്ത മെസ്സേജാണ്. ദാറ്റ് മച്ച് യു ആർ പ്രഷ്യസ് പീപ്പിൾ. എനിക്കറിയത്തില്ല നിങ്ങൾ എത്ര പ്രിവിലേജ്ഡുള്ള ആളുകളാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്താണ് മുമ്പോട്ട് പോകുന്നത്. നിശ്ചയമായിട്ടും ഇത് മനസ്സിൽ വെക്കുക. ഏദൻ തോട്ടത്തിനകത്ത് ആദമിനെ കൂടാതെ മറ്റ് മനുഷ്യരുണ്ടായിരുന്നു. രണ്ടാമത്തെ പോയിന്റ്, നോഹയുടെ പെട്ടകത്തിനകത്ത് നോഹയുടെ കുടുംബവും അല്ലാതെ മനുഷ്യരുണ്ടായിരുന്നു. തലയ്ക്ക് വട്ടുപിടിക്കും നമ്മൾ, കാരണം ഇത്രയും നാളും നമ്മൾ പഠിച്ചതൊക്കെ എന്താണെന്നുള്ളത് ഓക്കെ മനസ്സിൽ വെച്ചേക്കുക. അതെന്താണെന്ന് ഒന്ന് കണ്ടുപിടിക്കുക. എന്തായാലും ഇത്ര നാൾ നിങ്ങൾ എൻ്റെ കൂടെ യാത്ര ചെയ്യുമല്ലേ, ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. പറ്റത്തില്ലെങ്കിൽ നമുക്ക് അടുത്ത പോകുന്ന വഴി എന്തായാലും ഈ അങ്ങോട്ടുള്ള ഈ ക്ലാസ്സുകളിൽ നമ്മളത് വിശദീകരിക്കുകയും ചെയ്യും. അപ്പം കായന് ഭാര്യ നോദദേശെടുത്തു. ഞാൻ അടുത്ത് നോക്കി, അവനൊരു മകനെ പ്രസവിച്ചു. അവൾ ഗർഭം ധരിച്ചു ഹാനോക്കിനെ പ്രസവിച്ചു. അവനൊരു പട്ടണം പണിതു. കായന് നോദദേശത്ത് പോയി. നമ്മുടെ കരിസ്മാറ്റിക് പെന്റിക്കോസ്റ്റൽസ് ബ്രദറൻ മൂവ്മെന്റ്സിന്റെ പഠിപ്പിനനുസരിച്ച് ആദാമിന്റെ മോളെ തന്നെ കല്യാണം കഴിച്ചു. നോദദേശത്ത് പോയി പാർത്തു. ആദ്യത്തെ മകൻ ഹാനോക്ക് എന്ന് പേരിട്ട് പട്ടണം പണിതു. അമ്മയും മോനും അപ്പനോട് ചേർന്ന് അങ്ങനെ പട്ടണം പണിയുന്നു. പ്രധാന വിഷയം പറയാം. ആത്മാവിൽ ജനിച്ച ആദാമിന്റെ മകനാണ് കയൻ. കയൻ ഇസ് എ വെരി ബ്രില്യന്റ് പേഴ്സൺ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലൈക്ക് ദ അതർ നാച്ചുറൽ പീപ്പിൾ, ബിക്കോസ് ഹി ഗോട്ട് ദ ബ്രെത്ത് ഓഫ് ഗോഡ്. He got the light of God. He was in the presence of God. He was the priest of God. So he got a lot of talents. ബൈബിളിൽ ആദ്യത്തെ പട്ടണം പണിതവൻ കായന. എവിടുന്ന് കിട്ടി ജ്ഞാനം? ഇറ്റ്സ് ഫ്രം ഏദൻ. ഇറ്റ്സ് ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഇറ്റ്സ് ഫ്രം ദ ട്രീ ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ. അറിവ് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ പട്ടണം പണിയണമെങ്കിൽ നിശ്ചയമായിട്ടും നോദ് ദേശത്ത് കായനെ കൂടാതെ മറ്റൊരു വിഭാഗം ഉണ്ടായിരിക്കും. നിശ്ചയമായിട്ടും ആ വിഭാഗത്തിന്റെ നേതാവും തലവനും ചക്രവർത്തിയും രാജാവും ഒക്കെ നമ്മുടെ കായനാണ്. അവിടെ നോക്കി, അവിടെ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്. ഈ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഇവിടെ വന്നതുകൊണ്ടങ്ങ് പറയാം. ഹാനോക്ക് ഈരാദ് ജനിച്ചു. ഈരാദിനെ മെഹുയയേലിനെ ജനിപ്പിച്ചു. മെതുശയേലിനെ ജനിപ്പിച്ചു. മെതുശയേൽ ലാമേക്കിനെ ജനിപ്പിച്ചു. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദ എന്നും മറ്റേക്ക് സില്ല എന്നും പേരിട്ടു. ആദ യാബേലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്കും പശുപാലകർക്കും പിതാവായി തീർന്നു. ശ്രദ്ധിക്കണേ, ഇവന് അപ്പം ഇദ്ദേഹത്തിന്റെ മക്കൾ ആദ്യം തുടങ്ങി അതായത് അവര് അഗ്രികൾച്ചറിലേക്ക് തുടങ്ങി. കൃഷിയും മൃഗവളർത്തലും ഒക്കെ തുടങ്ങി. അതിന്റെ പിതാവായി തീർന്നു പറഞ്ഞാൽ അങ്ങനെ ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ ആ കൂട്ടത്തിന് നടുവിൽ മറ്റ് ജനങ്ങളുമായി ചേർന്ന് ഇവരുടെ മക്കൾ, അതായത് കായന്റെ മക്കൾ ബിസിനസ് ആരംഭിക്കുകയായിരുന്നു. 2, അവന്റെ യൂബാൽ എന്ന പേരുള്ള ഒരു സഹോദരൻ ജനിച്ചു. അവൻ കിന്നരവും വീണയും പ്രയോഗിക്കുന്ന ഏവർക്കും പിതാവായി. നോക്കി, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്ന മ്യൂസിഷ്യൻസ് ആയി, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവരായി, അതിന്റെ ടാലന്റ് ഉള്ളവരായി കായന്റെ തലമുറ മാറുന്നു. ഞാൻ ഇതിനെ നെഗറ്റീവായിട്ട് കാണുന്നില്ല, ഞാനതിനെ പോസിറ്റീവായിട്ട് കാണുന്നു. എന്താന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ സാമീപ്യം വിട്ടിറങ്ങി പോയിട്ടും അവിടെ കിട്ടിയ ലൈറ്റ്. ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിന്റെ പ്രകാശം ലഭിച്ചിരിക്കുന്ന നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും മക്കളുടെ മക്കളും ദൈവത്തിന്റെ ബ്രില്യൻസിയിൽ മറ്റെല്ലാവരെക്കാൾ അടിമകളാവത്തില്ല. പലതിന്റെയും പിതാക്കന്മാരായി, ഒറിജിനേറ്റേഴ്സായി, ഹല്ലേലൂയ, റിസോഴ്സായി, ആരംഭമായി, പലതിനെയും തുടങ്ങുന്നവരായി, വലിയ ഡിപ്ലോയ്സായി. ഞാൻ വിശ്വാസത്തോടെ പറയുന്നു, ദൈവരാജ്യത്തിന്റെ മഹത്വത്തോടെ പറയുന്നു, നമ്മുടെ തലമുറകൾ മാറി. ഈവൻ ദൈവ സാമീപ്യം വിട്ടിറങ്ങിപ്പോയ കായന്റെ ജനറേഷനിൽ നശിച്ചു പോയെന്നാണ് എഴുതിയേക്കുന്നത്. they became the fathers of many ഇൻഡസ്ട്രിയൽ. പിന്നെ അടുത്ത വാക്യം നോക്കിയും, മ്യൂസീഷ്യൻസ്. സില്ല തൂബൽ കൈനെ പ്രസവിച്ചു. അവൻ ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു. വെപ്പൺസ്. ഓക്കെ, ശരിയാ, അവരുടെ അന്നത്തെ കൾച്ചറിൽ, അന്നത്തെ സാഹചര്യത്തിൽ ഇതൊക്കെയാണ് അവർക്ക് ഏറ്റവും മഹത്വം. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു വാഴ്ച അങ്ങോട്ട് തുടങ്ങി, ഒരു വാഴാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ആ ദൈവത്തിന്റെ വാഴട്ടെ എന്നുള്ള നിലയിൽ കായൻ വാഴാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, കായൻ അത്ര സിവിലൈസേഷനുമായി അത് നെഗറ്റീവ് ആയിക്കോളാം, ദൈവ സാന്നിധ്യം കാണത്തില്ലായിരിക്കും, ഓക്കെ. പക്ഷേ കിട്ടിയ ടാലന്റ്, കിട്ടിയ പവർ, എനിക്ക് തോന്നുന്നു അത് എന്താ പറഞ്ഞേ,
the latent power of the soul. അവന് കിട്ടിയ ആ സോളിന്റെ പവർ, he used it. His generation, he passed to the generations, and his generation became the famous people. Glory. ഞാൻ പറയുന്നതിന്റെ കാരണം ഇത് even today the people of God, ദൈവത്തിന്റെ സാമീപ്യം പ്രാപിച്ച നിങ്ങൾക്കും എനിക്കും നിശ്ചയമായിട്ടും we can influence many things. അത് തന്നെയാണ് ഇന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന യഹൂദനിലൂടെയും വെളിപ്പെട്ടിരിക്കുന്ന സെയിം മാനർ. സയന്റിഫിക്കലി they are brilliant. അവർ ബ്രില്യന്റ് ആണ്, വളരെ ഹൈലി എക്സലന്റ് ആണ്, ബിക്കോസ് they got the true light of God, the true God. ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചത്തിൽ, ഇന്ന് കാണുന്ന മോഡേൺ വേൾഡിൽ കാണുന്ന 90% ഓഫ് ഇൻവെൻഷൻസ്, നമ്മൾ ഈ കാണുന്ന എവറി ഫെസിലിറ്റീസ്, എവറിത്തിങ് ഈസ് ഇൻവെന്റഡ് ബൈ, discovered by the Jewish people, those who receive the light of God from the true creator, mighty God. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഞാൻ നിങ്ങളെ നോക്കി bless you in the name of the Lord Jesus. നിങ്ങളുടെ generations will go in heights for the glory of Jesus Christ and for the kingdom of God. They're going to be a useful people in the world. It is a prophetically I'm talking. God is going to use that. Ee vajanam, take it as a prophecy. Take it as a word of the Lord, word of the Spirit, because the Spirit of God is in me. Glory to God. വേറൊരു കാര്യം കൂടെ ഒരു അറിവിന് വേണ്ടി പറയാം. ആദയും ഇപ്പം ലാമേക്ക് എന്ന് പറഞ്ഞ ഒരാള് ജനിക്കുക. ലാമേക്കിന് ആദയും സില്ലയുമായുള്ളവരെ എന്ന് പറഞ്ഞിട്ട് പറയാണ്, എന്റെ വാക്ക് കേൾപ്പിൻ ലാമേക്കിന്റെ ഭാര്യമാരെ, എന്റെ വചനത്തിൽ ചെവി തരുവിൻ. എന്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എന്റെ പരിക്കിന് പകരം ഞാൻ യുവാവിനെയും കൊല്ലും. കായിന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമേക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. എന്തെങ്കിലും ഇതിനകത്ത് കാര്യമുണ്ടോ? വല്ല കാര്യം ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കി. Glory to God. അഞ്ചാമത്തെ അധ്യായം വരുമ്പോൾ നമുക്കൊരു ഹാനോക്കിനെ കാണാൻ പറ്റും. ഇവിടെ ഒരു ഹാനോക്കിനെ കാണാൻ പറ്റും. അത് കായിന്റെ വംശവതി. ഈ നമ്മൾ വായിക്കുന്നുണ്ട്, ഹാനോക്കിനെ പ്രസവിച്ചു, ഹാനോക്കിനെ യാരദ് പ്രസവിച്ചു, യാരദിന് 122 വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു. ഹാനോക്കിനെ ജനിപ്പിച്ച ശേഷം യാരദ് 800 സമയം ജീവിച്ചു, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. യാരദിന്റെ ആഷ്കാലം ആകെ പറയുന്ന അടുത്തത് 21. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെതുശലേനെ ജനിപ്പിച്ചു. മെതുശലേനെ ജനിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തിന്റെ കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഇവിടെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്നുള്ളത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിശ്ചയമായിട്ട് യൂട്യൂബിൽ, നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ വിസിറ്റ് ചെയ്യണം. അതിൽ ഈ ഹാനോക്കിന്റെ കുറിച്ചുള്ള വീഡിയോ ഉണ്ട്. ഹാനോക്ക് മരിച്ചു എന്നത് തെളിയിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളത് ഹാനോക്കിനെ ദൈവം ജീവനോട് അങ്ങ് എടുത്തെന്നല്ല. അങ്ങനെ ജീവനോട് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം ഹാനോക്കിലേക്ക് നിത്യജീവൻ വന്നിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ കർത്താവായ യേശു അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അങ്ങനെയാണ് ഏലിയാവും ഹാനോക്കും സ്വർഗത്തിൽ പോയിട്ടില്ല. പക്ഷെ ദൈവം എന്ത് ചെയ്തു? ഹാനോക്കിനെ അങ്ങ് എടുത്തുകൊണ്ടെന്ന് പറഞ്ഞ് ആ ലൊക്കേഷനിൽ നിന്ന് എടുത്തിട്ട് വേറൊരു സ്ഥലത്തിലേക്ക് മാറ്റി. കാരണം പറയാം, ഇപ്പോൾ ആദമും അവന്റെ തലമുറയും താമസിക്കുന്നത് ഏദൻ തോട്ടത്തിലല്ല, ഏദന് പുറത്ത്. അവരെ പുറത്താക്കി കളഞ്ഞു. അപ്പൊ മറ്റു സിവിലൈസേഷന്റെ ഇടയിലാണ് ഇത് താമസിക്കുന്നത്. ഹാനോക്ക് വാസ് ദ പ്രോഫറ്റ് ഓഫ് ഗോഡ്. ഹാനോക്ക് പ്രവചനം തുടങ്ങി. എന്ത് പ്രവചനം? 1000 വിശുദ്ധന്മാരോടുകൂടെ ന്യായം വിധിക്കാൻ വരുന്നു, ജലപ്രളയം വരാൻ പോകുന്നു എന്ന മെസ്സേജ് ആദ്യമായിട്ട് പ്രസംഗിച്ചത് നോഹയല്ല, അത് ജഡ്ജ്മെന്റ് പ്രസംഗിച്ചത് ഹാനോക്കാണ്. ഇപ്പൊ ഹാനോക്ക് എന്ന് പറയുന്ന ആൾ ഒരു സൈഡിൽ നിൽക്കുന്നു, 7ാം തലമുറക്കാരൻ. മറു സൈഡിൽ ലാമേക്ക് എന്ന് പറയുന്ന 7ാം തലമുറക്കാരൻ. ശ്രദ്ധിക്കണം. അപ്പൊ ലാമേക്കിന്റെ വല്യപ്പച്ചൻ എന്ന് പറഞ്ഞത് കായന. തങ്ങളുടെ വല്യപ്പച്ചനെ തമ്പുരാൻ എന്ത് ചെയ്തു? ശപിച്ചിട്ട് അവനെ പുറത്താക്കിയതിന്റെ ദേഷ്യത്തില് ലാമേക്ക് ഒരു പാട്ട് പാടുകയാണ്. എന്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെ കൊല്ലും, എന്റെ പരുക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. യുവാവ് എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ 100, 150, 200, 300 വയസ്സൊക്കെ ഉള്ളവരെല്ലാം യുവാക്കളാണ്. കാരണം 900 വയസ്സ് വരെ ജീവിച്ചിരിക്കുക. അങ്ങനെയാണ് ഇതിന്റെ അകത്തെ ട്രൂത്ത് എന്ന് പറയുന്നത്. ഒരു സൈഡിൽ ലാമേക്ക് എന്ന് പറയുന്ന ആള് ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചു. വേദ പണ്ഡിതന്മാർ പറയുന്നത് ഈ ലാമേക്ക്
കൊല്ലാൻ ആഗ്രഹിച്ച ആള് മറ്റാരുമല്ല, ദൈവത്തിന്റെ കൂടെ 300 വർഷമായി നടക്കുന്ന, ദൈവത്തിന്റെ ശബ്ദമായി നിൽക്കുന്ന പ്രവാചകനായ ഹാനോക്കിനെ കൊല്ലാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. അപ്പൊ ഹാനോക്കിനെ ലാമേക്ക് കൊല്ലുവാൻ പദ്ധതിയിട്ടിരിക്കുന്നത് അറിഞ്ഞ ദൈവം അവൻ മരണം കാണാതെ എടുക്കപ്പെട്ടു. നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു, മരണം കാണാതെ എടുക്കപ്പെട്ടു എന്ന് വെച്ചാൽ ലാമേക്ക് എന്ന് പറയുന്ന ദുഷ്ടന്റെ കയ്യിൽ നിന്ന് കൊല്ലപ്പെടാതെ അവനെ ദൈവം എന്ത് ചെയ്തു? ആ ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. അതാണ് ആ വാക്കിന്റെ അർത്ഥം. അനർത്ഥത്തിന് മുൻപേ കടന്നുപോയി എന്ന് പറഞ്ഞാൽ ദൈവം അവനെ എടുത്ത് വേറൊരു ലൊക്കേഷനിലേക്ക്, വേറൊരു സമൂഹത്തിലേക്ക്, വേറൊരു ജനവിഭാഗത്തിലേക്ക്, അല്ലെങ്കിൽ ഹാനോക്കിന് താമസിക്കാൻ പറ്റുന്ന മറ്റൊരിടത്തേക്ക് ദൈവം മാറ്റി. എനിക്ക് നിശ്ചയമായി മനസ്സിലാവുന്നു, അവിടെ വെച്ച് അവൻ എന്ത് ചെയ്തു? ദൈവം അവന്റെ പ്രാണനെയും എടുത്തു കാണും. അപ്പം ആ ലാമേക്കിന്റെ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഹാനോക്കിനെ ദൈവം എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്നത് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഞാൻ ഇച്ചിരി കൂടെ കയറിപ്പോയി. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വന്നതിന് സാരം എന്താണെന്ന് ചോദിച്ചാൽ, ആദമല്ല ആദ്യത്തെ മനുഷ്യൻ, ആദാമിന് മുമ്പും പിറകിലും, അല്ലെങ്കിൽ ആദം ഇരിക്കുന്ന ആ സൊസൈറ്റിയിൽ വെളിയിൽ മറ്റ് ജനവിഭാഗം ഉണ്ടായിരുന്നു എന്നത് നിങ്ങൾ മനസ്സ് വെക്കുക. നോക്കിയേ, മറ്റൊരു കാര്യം കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അപ്പം അതുകൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. 1 കൊരിന്ത്യർ ലേഖനം 1 Corinthians chapter 15. Okay, let me take the words. 1 കൊരിന്ത്യർ ലേഖനം 15 അധ്യായത്തിന്റെ 47 വാക്യം നോക്കി. ഒന്നാമത്തെ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഒന്നാം മനുഷ്യനെ ആദം 45. ഒന്നാം മനുഷ്യനെ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു, ഒടുക്കത്തെ ആദം ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു. ഇവിടെ ഓക്കെ, ഒന്നാം മനുഷ്യൻ, രണ്ടാം മനുഷ്യൻ, ഒന്നാമത്തെ ആദം, ഒടുക്കത്തെ ആദം. ഇതിന്റെ വ്യത്യാസമുണ്ട്. ഫസ്റ്റ് മാൻ ആദം, ഒന്നാം മനുഷ്യൻ ആദം. രണ്ടാം മനുഷ്യൻ ആരാ? ക്രിസ്തു. ചോദ്യം, ഒന്നാം മനുഷ്യൻ ആദം, രണ്ടാമത്തെ മനുഷ്യൻ ക്രിസ്തുവാണ്. ലൈനിൽ നോക്കുമ്പോൾ ആദം വന്ന ശേഷം 4000 വർഷത്തിന് ശേഷമാണ് ആര് വരുന്നത്? ക്രൈസ്റ്റ് വരുന്നത്. ആദാമിനും ക്രൈസ്റ്റിനും ഇടയ്ക്ക് കോടിക്കണക്കിന് മനുഷ്യരും. പക്ഷെ പറഞ്ഞേക്കുന്നത് എന്താ? രണ്ടാം മനുഷ്യൻ. എന്റെ അർത്ഥം എന്താ? ആദം കഴിഞ്ഞ ഉടനെ ക്രിസ്തു വന്നെന്നാണോ? അല്ല. അർത്ഥം ഇതിന് ഇൻ ബിറ്റ്വീൻ ആരുണ്ട്? ജനമുണ്ട്. അതായത് ഒന്നാം മനുഷ്യൻ യേശു, രണ്ടാം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ യേശു കർത്താവിന് യേശുവിന് പുറകിലും ആളില്ല, മുമ്പിലും ആളില്ലെന്നാണോ? അല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒന്നാം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആദം എന്ന് പറയുമ്പോൾ യേശു രണ്ടാം മനുഷ്യനാണെങ്കിൽ യേശു ആദം കഴിഞ്ഞാൽ അടുത്ത യേശുവാണ്. ഇപ്പൊ യേശു രണ്ടാം മനുഷ്യനാണെങ്കിൽ യേശുവിനെ കൂടാതെ ജനങ്ങൾ വെളിയിലില്ലേ? അങ്ങനല്ല ഇതിന്റെ അർത്ഥം. ഇതിന്റെ അർത്ഥം ആദം ഒന്നാം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവുമായിട്ടുള്ള താരതമ്യം. ഇത് കവനന്റ് ആണ്. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ കവനന്റ്. ആദം വാസ് ദ ഫസ്റ്റ് കവനന്റ് മാൻ. ഒന്നാം ഉടമ്പടിയുടെ മനുഷ്യനാണ് ആദം. ജീസസ് ഈസ് ദ രണ്ടാം ഉടമ്പടിയുടെ മനുഷ്യനാണ്. ഗ്ലോറി ടു ഗോഡ്. ഫസ്റ്റ് കവനന്റ് മാൻ ആദം, സെക്കൻഡ് കവനന്റ് മാൻ ക്രൈസ്റ്റ് ആണ്. അതുകൊണ്ട് ഞാൻ നമ്മുടെ ചേർച്ചിലെ മെസ്സേജുകളോട് നിങ്ങളുടെ ഇടയ്ക്ക് കേൾക്കണം. നമ്മുടെ ഗ്രൂപ്പിൽ അത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഒന്നാമത്തെ ആദാമിന്റെ അധികാരം പിടിച്ചു വാങ്ങിച്ചത്, ആ കവനന്റ് അതോറിറ്റി കർത്താവ് കുരിശിലാണ് പിടിച്ചു വാങ്ങിച്ചിട്ട് 40 വർഷം ക്രിസ്തു ഭരിച്ചത് ആദാമിന്റെ കിങ്ഡമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് അത്. 40 years ആദാമ്യ കിങ്ഡം ഭരിച്ച് ഒന്നാമത്തെ ഉടമ്പടിയുടെ അധികാരത്താൽ ആ ഉടമ്പടിയെ പെർഫെക്റ്റ്ലി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് എൻ്റെ യേശു രണ്ടാമത്തെ ഉടമ്പടി ആ ഭരണത്തിലേക്ക് കയറിയത്. അതുകൊണ്ടാണ് ഈ ഒന്നാമത്തെ ഉടമ്പടിയിലെ, നിങ്ങൾ വായിച്ചു നോക്കിയേ, ഞാനത് മനസ്സിലാക്കി തരാം. ശ്രദ്ധിക്കണേ. 1 കൊരിന്ത്യർ ലേഖനം 15 അധ്യായം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അതായത് ആദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ, 22 വാക്യം, ആദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ക്രിസ്തുവിൽ ഓരോരുത്തരും താന്റെ നിരയിൽ എത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, സെക്കൻഡ് കമ്മിങ്ങിൽ. ഈസ് ഫ്രം ദ ഹേഡീസ് ആകട്ടോ. റിസറക്ഷൻ ഓഫ് ദ ഡെഡ്, ദ ഹോപ്പ് ഓഫ് ഇസ്രായേൽ, ദ പ്രോമിസ് ഓഫ് ഇസ്രായേൽ. പിന്നെ അവസാനം, കർത്താവിന്റെ വരവിൽ പിന്നെ അവസാനം. എന്തിന്റെ അവസാനം?
നമ്മൾ ഈ വാക്യങ്ങളൊക്കെ തെറ്റുപഠിച്ചു വെച്ചേക്ക് എങ്ങനെ? കർത്താവ് ആദ്യം മരിച്ചൊരുത്തേക്കും ആദ്യബലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിന്റെ രണ്ടാമത് ആദ്യബലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം എന്ന് പറയാൻ തീർന്നു, അതോടെ തീർന്നു. പിന്നെ നമ്മൾ നിത്യത. ഇപ്പം നമ്മൾ ഈ വാക്യമൊക്കെ വരുമ്പോൾ പിന്നെ ഉടനെ എന്താ? നിത്യത. അങ്ങനല്ല പ്രിയപ്പെട്ടവരെ. പിന്നെ അവസാനം. എന്തിന്റെ അവസാനം? ആദാമിലൂടെ വന്ന മരണം. ഓ മൈ ജീസസ്. ആദാമിലൂടെ വന്ന മരണം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയോടുകൂടെ ഉയർപ്പിനാൽ അവസാനം വരുത്തിയിട്ട്, അതായത് ആദാമിന്റെ ആ ജനറേഷനിൽ അവനെ വിശ്വസിച്ച പാതാളത്തിൽ വിശ്രമിക്കുന്ന ആ കുലത്തിന്റെ ഉടമ്പടിയും ആ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടുള്ള ഉയർപ്പിന്റെ വാക്തത്വത്തിന്റെ നിവർത്തി പ്രാപിച്ച ശേഷം പിന്നെ അവസാനം. എന്തിന്റെ അവസാനം? ഓൾഡ് കവനന്റ് സിസ്റ്റത്തിന്റെ അവസാനം. ഞാൻ ഈ പറയുന്ന സീരിയസ് ആയിട്ട് എടുക്കുന്ന ഇറ്റ്സ് നോട്ട് എ നോർമൽ വേർഡ്. എവ്രി വേർഡ് യു ഷുഡ് തിങ്ക് ഓഫ് ഇറ്റ്. ഒന്നല്ല 4 പ്രാവശ്യം നിങ്ങൾ കേട്ടാലും നിങ്ങൾക്ക് ഇത് മനസ്സിലാകണമെന്നില്ല. ജസ്റ്റ് തിങ്ക് ഓഫ് ഇറ്റ് അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ. ഹിയർ ദിസ് വേർഡ്. പിന്നെ അവസാനം നിങ്ങൾ നിങ്ങൾ വേറെ ജോലിയില്ല. നിങ്ങൾക്ക് നമ്മുടെ ജോലി ഇതാണ്. വി ആർ ദ പീപ്പിൾ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. വി ആർ കോൾഡ് ബൈ ഗോഡ്. വി ആർ ദ സ്പിരിച്വൽ പീപ്പിൾ. നമ്മൾ ഈ ലോകത്തിൽ എല്ലാവരെയും പോലെ അലഞ്ഞു തിരിഞ്ഞ് കഷ്ടപ്പെട്ട് അങ്ങനെ ഒരു തലമുറക്കല്ല 4 തലമുറക്ക് ഉണ്ടാക്കിയാലും പിന്നെ സ്വസ്ഥതയില്ലാതെ. ജസ്റ്റ് സ്പെൻഡ് ടൈം വിത്ത് ഗോഡ് ആൻഡ് ഡു സംതിങ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ്. ഗ്രോ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ബി റിച്ച് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ഞാൻ ഓപ്പണായിട്ട് പറയാൻ പ്രിയപ്പെട്ടവരെ, എനിക്ക് സ്വന്തമായിട്ട് ലോകത്തൊന്നുമില്ല. എനിക്ക് സ്വന്തമായിട്ട് വീടില്ല, സ്വന്തമായിട്ട് 1 സെന്റ് വസ്തുവില്ല, ഒരു വാഹനമില്ല, ബാങ്ക് ബാലൻസ് ഇല്ല, ഒന്നുമില്ലാത്ത ഒരാളാണ്. എന്റെ കൂടെ ഇറങ്ങിയവർ കോടികൾ സമ്പാദിച്ചവരാണ്. മില്യൺസ് ഓഫ് റുപ്പീസ് ഉണ്ട്, വീടുണ്ട്, കുടുംബം, എവറിത്തിങ് ഈസ് ദേർ. ഐ ഡോണ്ട് ഹാവ്. പക്ഷെ ഐ എം ഹാപ്പി ബിക്കോസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. എനിക്ക് തരാനുള്ളത് ദൈവത്തിന്റെ വചനമല്ലാതെ മറ്റൊന്നില്ല. ഞാൻ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിന്റെ വചനത്തിലാണ്. വചനത്തിൽ വാക്യമുണ്ട്, ക്രിസ്തുവിന്റെ വചന സർവ്വ ഐശ്വര്യങ്ങളോടുകൂടെ നിങ്ങൾ വസിക്കണം. വി ഷുഡ് ഗ്രോ ഇൻ ദ സ്പിരിറ്റ്, റിച്ച് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കൂ, ഇടയ്ക്ക് വെച്ചു. പിന്നെ അവസാനം what is for എന്തിന്റെ ഉണ്ട്? ദ എൻഡ് ഓഫ് ദ ആദമിക് കിങ്ഡം. ആദാമിന്റെ സാമ്രാജ്യം അവസാനിക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം? അന്ന് അവൻ, അതായത് ഇതിന് അന്തം വരുത്തിയിട്ട് അന്ന് അവൻ വാഴ്ചകൾക്കും, ഓ മൈ ഗോഡ്, വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട്. ഏതായി വാഴ്ച, അധികാര, ശക്തി? priesthood, Levitical priesthood, law and all its rituals, temple, everything, angelic authority, ഇതിന് മൊത്തം നീക്കം വരുത്തിയിട്ട്. ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇത് വെളിയിലുള്ള നമുക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിൽ ഞാൻ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് തിരുത്തുകയാണ്. ഞാൻ വിചാരിച്ചത് വാഴ്ച അധികാരം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ആയിരിക്കും. പക്ഷെ അതല്ല. ഡിവൈൻ കൗൺസിൽ എന്ന വിഷയത്തിനകത്ത് നമ്മൾ ചില മാഹങ്ങൾ കൂടെ നമുക്ക് ക്ലാരിറ്റി വരാനുണ്ട്. കർത്താവ് വരുത്തിക്കൊണ്ടിരിക്കുന്നതിന് ഓർത്ത് സ്തോത്രം ചെയ്തു. വാഴ്ചയ്ക്ക് അധികാരവും ശക്തിക്ക് നീക്കം വരുത്തിയിട്ട് രാജ്യം ആരെ ഏൽപ്പിക്കും? രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. ഏത് രാജ്യം? ആദാമിന്റെ രാജ്യം. ഈ രാജ്യം ഇവർക്ക് കൊടുത്തതാരാ? പിതാവായ ദൈവമാണ് കൊടുത്തത്. പിതാവാം ദൈവം കൊടുത്ത ആദാമ്യ കിങ്ഡത്തെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ അതോറിറ്റീസിനെ മൊത്തം മാറ്റിയിട്ട്, ഓൾഡ് കവന്റിനെ മൊത്തം നീക്കം വരുത്തിയിട്ട് ദ കിങ്ഡം റിട്ടേൺ ടു ദ ഫാദർ, പിതാവിന് തിരിച്ചു കൊടുത്തു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നവൻ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ആരാ? അന്ന് ഏൽപ്പിക്കുമെന്ന്. പക്ഷെ അത് ഏൽപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ്, അവസാനം വരുന്നതിന് മുമ്പ് അവൻ വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രു മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ എന്ന് സ്പഷ്ടം. അതായത് ദൈവം, പിതാവായ ദൈവം ഒഴികെ ബാക്കിയെല്ലാം പുത്രന് കീഴ്പ്പെട്ടി. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. ആദമിക് കിങ്ഡത്തിന് അവസാനം വരുത്തിയിട്ട് എന്ത് ചെയ്തു? പുത്രൻ പിതാവിന്റെ എല്ലാം കീഴടക്കി കൊടുത്ത് ഫാദറിന്റെ കീഴിൽ, അല്ലെങ്കിൽ അണ്ടർ ദ അതോറിറ്റി ഓഫ് ദ ഫാദർ, ദ സൺ ഓഫ് ഗോഡ് ഈസ് ഗോയിങ് ടു ടേക്ക് ഓവർ ഹിസ് കിങ്ഡം. ദാറ്റ് ഈസ് ദ കിങ്ഡം ഓഫ് ക്രൈസ്റ്റ്. വി ആർ ലിവിംഗ് ഇൻ ദാറ്റ് കിങ്ഡം. Amen.
ഓക്കെ, അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഫസ്റ്റ് മനുഷ്യൻ ആദം, സെക്കൻഡ് മനുഷ്യൻ ക്രൈസ്റ്റ്. അപ്പൊ ഒന്നാം മനുഷ്യൻ എന്ന് പറയുമ്പോൾ ആദം. ഇനി മനസ്സിലാക്കേണ്ടത് ഇവിടെ എങ്ങും, എന്റെ പ്രിയപ്പെട്ടവർ വളരെ ശ്രദ്ധിക്കണം, ഇവിടെ എങ്ങും നരകം സ്വർഗം എന്നൊരു കോൺസെപ്റ്റ് അല്ല, ദൈവം ജനം എന്ന കോൺസെപ്റ്റാണ്. പിടിയോ? ദൈവം അവന്റെ ജനം. ഇനി ഈ ആദം ആരായിരുന്നു ആദ്യം? നമ്മൾ ആദ്യം ഇവിടെ നോക്കി, 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ ഓക്കെ 45 ആദം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ, ഒടുക്കത്തെ ആദം ജീവിപ്പിക്കുന്ന ആത്മാവായി, എന്നാൽ ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത്. അപ്പൊ ഒന്നാമത്തേത് എന്തോ ആത്മീകമല്ല. മനുഷ്യർക്ക് എന്താ സംഭവിക്കുന്നത്? പ്രാകൃത മനുഷ്യൻ ആത്മീക മനുഷ്യനായി മാറുക. നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്ലാസ് ഞാൻ പ്രാകൃതം എന്താണെന്നും ആത്മീകം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദയവായിട്ട് ആ ക്ലാസ് കേൾക്കുക, വീണ്ടും കേൾക്കുക. നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾക്ക് പലർക്കും ഇത് ലഭ്യമാകുന്നില്ലെങ്കിൽ നിശ്ചയമായിട്ട് അത് ഗ്രൂപ്പിൽ വന്ന് പറയണം. ഞാൻ നിങ്ങൾക്ക് നിശ്ചയമായിട്ട് ഇത് വീണ്ടും സെൻഡ് ചെയ്യാൻ. ചില സമയത്ത് കമ്പ്യൂട്ടറിൽ നമുക്കത് അയക്കാൻ പറ്റാതെ വരുന്നുണ്ട്. എനിക്കറിയത്തില്ല അതിന്റെ സാങ്കേതികത എന്താണെന്ന്. കാരണം എനിക്ക് കമ്പ്യൂട്ടറൊന്നും കൂടുതൽ അറിയത്തില്ല, ഇതിന്റെ ടെക്നോളജി ഒത്തിരി അറിയത്തില്ല. ഞാൻ തന്നെ ഓരോന്നിങ്ങനെ നുള്ളിപ്പറക്കിയാണ് തരുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ലഭ്യമാകാത്തവരുണ്ടെങ്കിൽ ഞാൻ വീണ്ടും സെൻഡ് ചെയ്തോളാം എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുക. ഓക്കെ, ആദ്യം അത് പ്രാകൃതം, പിന്നെയാണ് ആത്മീയം വരുന്നത്. ശ്രദ്ധിക്കൂ, ഇത് മുമ്പ് ഞാൻ ആത്മീകം എന്ന സ്പിരിച്വൽ മാൻ എന്താണ്, നാച്ചുറൽ മാൻ ആൻഡ് സ്പിരിച്വൽ മാൻ എന്നുള്ളതിനെ ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യം ദൈവം സൃഷ്ടിച്ച മനുഷ്യരല്ല, നാച്ചുറൽ മാനാണ്. രണ്ടാമത് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഈ ഭൂമിയിലെ മനുഷ്യരെല്ലാം ദൈവത്തിന്റെ ഛായയിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നൊരു തെറ്റിദ്ധാരണ എല്ലാവരുടെ ഇടയിലുണ്ട്. ഇത് കേൾക്കണേ, ഭൂമിയിൽ ദൈവം എല്ലാ മനുഷ്യരെയും തന്റെ ഛായയിലും സ്വരൂപത്തിലും അല്ല സൃഷ്ടിച്ചത്. ദൈവം സൃഷ്ടിച്ച ജനത്തിന്റെ നടുവിൽ നിന്ന് ദൈവം ചൂസ് ചെയ്തവർക്ക് മാത്രമാണ്. അതിൽ ആദമിനെ അവിടെ നിന്ന് ഓർഡൈൻ ചെയ്യാൻ വേണ്ടി ദൈവം പറഞ്ഞു, ലെറ്റ് us make man, let us ordain man for the image and likeness of God. അപ്പം ദൈവം ആരുടെ മേൽ തന്റെ ജീവൻ പകർന്നിട്ടുണ്ടോ, ദൈവം ആരുടെ മേൽ തന്റെ ലൈഫ് പകർന്നിട്ടുണ്ടോ, അവർക്ക് മാത്രമേ ദൈവത്തിന്റെ ഛായ സ്വരൂപം. ഞാനും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. ദൈവത്തിന്റെ ഛായ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു പറഞ്ഞ എല്ലാ മനുഷ്യരും അങ്ങനെ അല്ല. ഈ മനുഷ്യരുടെ രൂപമല്ലത്. ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ഫീച്ചർ ഓഫ് മാൻ, ഇറ്റ് ഈസ് എ നേച്ചർ ഓഫ് മാൻ. The image and likeness is not the feature, it is the nature. നമ്മുടെ രൂപമല്ല, മറിച്ച് നമ്മുടെ സവിശേഷമായ സ്വഭാവം. That is equivalent to the spiritual man. ആത്മിക മനുഷ്യന്റെ അകത്തെ മനുഷ്യന്റെ പ്രകൃതി സ്വഭാവം is the likeness of God and the image of God. A spiritual man reveals the nature of God and reveals the image of God and likeness of God. ആത്മീക മനുഷ്യൻ ദൈവത്തിന്റെ ഛായയും ദൈവത്തിന്റെ സ്വഭാവത്തെയും എക്സ്പ്രസ് ചെയ്യുന്നു. അതായത് we have the image of God so that we can be in the likeness of God. Can you follow me? ദൈവത്തിന്റെ സ്വരൂപം ഉള്ളത് കൊണ്ട് നമുക്ക് ദൈവത്തിന്റെ സാദൃശ്യത്തെ വെളിപ്പെടുത്താൻ പറ്റും. ആദ്യമായി വരുന്നത് പ്രാകൃതം, പിന്നെ വരുന്നത് ആത്മീയം. കാരണം ഞാൻ പറയാം, ആദമിനെ ദൈവം സൃഷ്ടിച്ചു. നോക്കിയേ, എല്ലാവരും ശ്രദ്ധിക്കണേ, കാരണം ഇതൊരു തെറ്റായ ഉദാഹരണയാണ്. ഇത് മനസ്സിലായില്ല, ഒത്തിരി നമുക്ക് സംശയങ്ങൾ വരും. ജെനസിസ് ചാപ്റ്റർ 5:1 ആദമിന്റെ വംശപാരം വരുന്നത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി, ആണും പെണ്ണുമായിട്ട് അവരെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഇതെന്തുവാ, ഏത് സൃഷ്ടിയാ? ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഇത് ആദമിനെ കുറിച്ച് പറയാം. ആദമിന്റെ വംശപാരമ്പര്യം എന്തെന്നാൽ ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ടോലഡോത്ത്, ദ ജനറേഷൻ ഓഫ് ദ ജനറൽ മാൻ. നോ, ഇറ്റ്സ് എ ജനറേഷൻ ഓഫ് ആദം. എന്നിട്ട് ആദമിനെ കുറിച്ച് ദൈവം ആദമിനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിൽ അവനെ ഉണ്ടാക്കി, ആണും പെണ്ണുമായിട്ട് അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദം എന്ന് പേരിടുകയും ചെയ്തു. ആദമിന് 130 വയസ്സായപ്പോൾ അവൻ തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപപ്രകാരം ഒരു മനുഷ്യനെ നിർമ്മിച്ചു. അവന് ശേത്ത് എന്ന് പേരിട്ടു. ആബേലിന് ശേഷം അടുത്തത് വരിക ഒരു പുതിയ തുടക്കം, ശേത്ത്. ആരുടെ സാദൃശ്യ സ്വരൂപം?
അതായത് ലിസൺ ടു മീ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ് ഇസ് നോട്ട് ട്രാൻസ്ഫറിങ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ ജനറേഷൻ. നോ. ഉടമ്പടിക്കകത്ത് മാത്രമേ, ഉടമ്പടിയിൽ മാത്രമേ സാദൃശ്യ സ്വരൂപമുള്ളൂ. ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപവും പിറന്നു വീഴുന്ന മക്കളിലും അല്ല. പിറന്നു വീഴുന്ന മക്കൾക്ക് പിതാവിന്റെ നേച്ചറാണ്, അതായത് നമ്മുടെ പ്രാകൃതമാണ് ആദ്യം. കമോൺ, ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? അതായത് ആദമിന് 130 വയസ്സായപ്പോൾ ഒരു മകനെ ജനിപ്പിച്ചു. അവൻ തന്റെ ആദമിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഒരു മകനെ ജനിപ്പിച്ചു. ദൈവത്തിന്റെ സ്വരൂപമല്ല. ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും ദൈവം നേരിട്ട് നൽകുന്നതാണ്. മനുഷ്യന്റെ സാദൃശ്യ സ്വരൂപം അവരുടെ പിതാക്കന്മാരിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. അപ്പൊ ആദമിന്റെ മകനായ ശേത്തിന് ഇപ്പൊ ദൈവത്തിന്റെ സാദൃശ്യം അല്ല ഉള്ളത്. പിന്നെ ഏത് സാദൃശ്യം ഉള്ളത്? ആദമിന്റെ സാദൃശ്യ സ്വരൂപം. ഞാൻ പറഞ്ഞ് പിടികിട്ടുന്നോ നിങ്ങൾക്ക്? ഗ്ലോറി ടു ഗോഡ്. ആദമിന്റെ സാദൃശ്യ സ്വരൂപമാണ്. ആദമിന്റെ സാദൃശ്യ സ്വരൂപവും അടുത്ത തലമുറ. പിന്നെ അപ്പൊ ശേത്ത് എങ്ങനെ വേണം? ശേത്ത് ഇനി ആ ദൈവസ്വരൂപം വ്യാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ ജീവനിലേക്കും ദൈവിക സംസർഗത്തിലേക്കും ദൈവിക കവനന്റിലേക്ക് തുടരുമ്പോൾ അവൻ എന്ത് ലഭ്യമാകുന്നു? ഈ ഗോഡ് ദ, കാരണം ബൈബിൾ എഴുതിയേക്കുന്നു ആത്മീയമല്ല ഒന്നാമത്തേത് പ്രാകൃതമത്രേ. എല്ലാ മനുഷ്യരും ഭൗതിക ലോകത്ത് ജനിക്കുമ്പോൾ പ്രാകൃതരായിട്ട് ജനിക്കുന്നു. ഭൂമിയിൽ പിറന്നു വീഴുന്ന ആരും ആത്മീകരായിട്ടല്ല പിറക്കുന്നത്. എവ്രി വൺ പ്രാകൃതരാണ്. ആ പ്രാകൃതരിലാണ് സുവിശേഷ നിമിത്തം ജീവനും അക്ഷയതയും നൽകി അവരെ ആത്മീയരാക്കി മാറ്റുന്നു. മനുഷ്യന്റെ സാദൃശ്യം സ്വരൂപമുള്ള മനുഷ്യനെ ദൈവത്തിന്റെ സാദൃശ്യം സ്വരൂപമുള്ളവരാക്കി മാറ്റുന്ന നടപടിയുടെ പേരാണ് സുവിശേഷം. ആ സന്ദേശമാണ് ഗോസ്പൽ. ഒക്കെ ഞാൻ പറഞ്ഞത് ജനറൽ ആയിട്ട് മനസ്സിലാവുന്നുണ്ടത്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള ആളുകൾ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ആദമിന് മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ മനുഷ്യരും തന്നെ അവര് നാച്ചുറൽ ആയിരുന്നു. അവരെ മാറ്റിയിട്ട് എന്ത് ചെയ്തു? ആദമിന്റെ നേച്ചറിൽ നിന്ന് ക്രിസ്തുവിന്റെ നേച്ചറിലേക്ക് ആളുകൾ വരുവാനായിട്ട് തുടങ്ങി. ഓക്കെ, ഇനി ഈ ആത്മമനുഷ്യന്റെയും പ്രാകൃത മനുഷ്യന്റെയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ജസ്റ്റ് 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. അതിന്റെ മുകളിൽ വായിക്കുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നൽകിയിട്ടൊരു കണ്ണുകൊണ്ടിട്ടില്ല, ചെവി കേട്ടില്ല, ഒരു മനുഷ്യ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നെഴുതിയിരിക്കുന്ന പോലെ തന്നെ നമുക്കോ ദൈവം തന്നെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യൻ ആരറിയും? അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല. ലോകത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്തോ? നാച്ചുറൽ സ്പിരിറ്റ്, അതായത് മനുഷ്യർക്കുള്ള സാധാരണ കോമൺ. ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ എത്ര പ്രാപിച്ചത്? അപ്പം ഈ ദൈവത്തിലുള്ള ആത്മാവിനെ എന്ത് ചെയ്യുന്നതാ? പ്രാപിക്കുന്നതാണ്. ഗലാത്യരോട് പറഞ്ഞില്ലേ 3-ാം അധ്യായത്തിൽ, ക്രിസ്തുവിനെ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചിരിക്കുക, നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കി തരാം. നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചത് ന്യായപ്രമാണത്തിന് പ്രവർത്തിയാലോ അതോ വിശ്വാസത്തിന്റെ നീതിയാലോ വിശ്വാസത്താലോ? അവർ ആത്മാവിനെ എങ്ങനെ പ്രാപിച്ചു? അവരെങ്ങനെ ജീവനെ പ്രാപിച്ചു? ബൈ ദ ഫെയ്ത്ത്. അപ്പം ഇത് വ്യക്തികളിൽ നിന്ന്, പരിശുദ്ധാത്മാവിൽ നിന്ന് വ്യക്തികൾ സ്വീകരിക്കുന്നതാണ് ആത്മാവ്. അതായത് ദൈവം ഇത് കോമൺ ആയിട്ട് എല്ലാവരുടെ മേലും പകർന്നിരിക്കുന്ന ഒന്നല്ല, വ്യക്തിപരമായിട്ട് ഇത് വാങ്ങേണ്ടതാണ്. ഇവിടെ നോക്കിയേ, ദൈവാത്മാവിനാൽ ദൈവം നമുക്ക് നൽകിയത് അറിവാൻ ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ എത്രയും പ്രാപിച്ചത് റിസീവ് ചെയ്തതാണ്. ഇറ്റ്സ് നോട്ട് ഗിവൺ. ഐ റിസീവ് ദ ലൈഫ് ഓഫ് ഗോഡ് ടു ലിവ് വിത്ത് ഗോഡ്. അതായത് മനുഷ്യർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു ആക്സസ്. അപ്പം നിങ്ങൾ ചോദിക്കും, കർത്താവിന്റെ കാൽവറി മുഖാന്തരം എന്താണ് സാധ്യമായത്? വചനം പറഞ്ഞു, ദൈവം സർവ്വലോകത്തെയും തന്നോട് നിരപ്പിച്ചു. അതായത് ഈ യൂണിവേഴ്സൽ റിക്കൺസിലിയേഷൻസ് ഹാപ്പൻഡ്. അതിന്റെ അർത്ഥം എന്നറിയോ? ദൈവത്തിന് ജാതികളെന്നോ യഹൂദനെന്നോ ആരും തമ്മിൽ വിവാഹിതയില്ല. എല്ലാ മനുഷ്യരെയും ദൈവം തന്നോട് നിരപ്പിച്ചു. എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിൽ ശത്രുക്കളില്ല. അതാണ് യൂണിവേഴ്സൽ റീകൺസിലിയേഷൻ എന്ന് പറയുന്നത്, സാർവത്രിക അനുരഞ്ജനം. സോ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ
God is not the enemy of any human being in the world. ഈ മനുഷ്യർക്ക് പഴയ നിയമത്തിലെ പ്രശ്നം എന്താ? ആർക്കും പ്രവേശനമില്ല, വാതിൽ അടച്ചു വെച്ചേക്കുക. ഗാർഡിയൻ ഏഞ്ചൽ, ഒരു ദൈവത്തിന്റെ ദൂതനെ കാവലാക്കിയിട്ട് ഒറ്റ ആൾക്കും ദൈവത്തിലേക്ക് വരാൻ പാടില്ല, ജീവനിലോ വഴി അടച്ചു, ക്ലോസ് ചെയ്തു. ക്രൈസ്റ്റ് കാൽവറിയിൽ വെച്ച് ആ വഴി തുറന്നു. തിരശ്ശീലെ രണ്ടായിട്ട് ചിന്തി ജീവന്റെ പുതുവഴി തുറന്നു. ജീവന്റെ പുതുവഴി ദൈവം തുറക്കുമ്പോൾ ഹ്യൂമാനിറ്റിക്ക് മൊത്തം ധൈര്യത്തോടെ കൃപ പ്രാപിപ്പാൻ, കരുണ ലഭിപ്പാൻ, ദൈവത്തിന്റെ അടുത്തേക്ക് വരാൻ, പുത്തൻ യെരൂശലേമിലേക്ക് വരാൻ, സ്വർഗീയ സിയോനിലേക്ക് വരാൻ ദൈവം വഴിയെ തുറന്നിട്ട്. ക്രൈസ്റ്റ് came to this world to open the way to eternal life. യേശു വന്ന് ചെയ്ത എന്താ? ന്യായപ്രമാണം നീക്കിപ്പോയത്, അത് മറുസൈഡ്. ജനറലി ഫോർ ദ വേൾഡ്, ലോകത്തിന് വേണ്ടി എന്ത് ചെയ്തു? ലോകത്തിന്റെ പാപം ചുമന്ന് മാറ്റിയിട്ട് മനുഷ്യജാതിക്ക് ദൈവത്തിങ്കിലേക്ക് അതുകൊണ്ടാണ് പുത്തൻ യെരൂശലേമിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ആരെയും വലിച്ചു കയറ്റത്തില്ല. പക്ഷെ തുറന്ന് ആരും വന്ന് മുട്ടുകയും വേണ്ട, വാതിൽ തുറക്കാൻ ശ്രമിക്കുകയും വേണ്ട. വാതിൽ 24/7, അതായത് 24 മണിക്കൂറും 7 ആഴ്ചയും 365 ദിവസവും തുറന്നിരിക്കുക. ഇതാണ് ഇതാണ് ദൈവത്തിന്റെ കാര്യപരിപാടി. റീകൺസിലേഷൻ. അടച്ച വാതിലിനകത്തിരിക്കുന്നതാണ് ദൈവത്തിന് മനുഷ്യരുടെ വിരോധമെങ്കിൽ തുറന്ന വാതിലിൽ വിശുദ്ധന്മാർ, തന്റെ മക്കൾ തന്നിലേക്ക് ഓടി വരുന്നത് കാണാൻ കണ്ണും നട്ടിരിക്കുന്ന അപ്പനാണ് നമ്മുടെ ദൈവം. ആര് വന്നാലും ഓടി വന്ന് സ്വീകരിച്ച് അവർക്ക് ജീവൻ കൊടുത്ത് ദൈവഭവനത്തിലെ മക്കളാക്കി മാറ്റുന്ന മഹാദൈവം. ഇത് നരകവും സ്വർഗവും അല്ല പ്രിയപ്പെട്ടവരെ, അല്ല. നമ്മളതിനെ വെറും നരകം, സ്വർഗം, നിത്യത എങ്ങനെ? നോ 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 ഇറ്റ് ഈസ് ഓൾ അബൌട്ട് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. അതായത് ദൈവത്തിന് മനുഷ്യരോട് യാതൊരു പിണക്കമില്ല. അതുകൊണ്ടല്ലേ ആദമൻ എന്താ സംഭവിച്ചത്? അവൻ തെറ്റ് ചെയ്ത ഉടനെ ഓടി ഒളിക്കാൻ കാരണം ഭയം. ദൈവത്തെക്കുറിച്ചുള്ള ഭയം. മൊത്തം മനുഷ്യർക്ക് ഭയമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? പേടിയായതുകൊണ്ട് കുരിശിനെ കാട്ടിക്കൊടുത്തു, പുത്രനെ. എങ്ങനെ കാട്ടിക്കൊടുത്തത്? ഞാൻ അതുകൂടെ പറയാം. ഈ ദൈവം തമ്പുരാൻ ഭയങ്കരനാണ്. ദൈവത്തെ തൊട്ട് കളിക്കരുത്, ദൈവത്തെ തൊട്ട് കളിച്ചാൽ നിന്നെ വെറുതെ വിടത്തില്ല. ഈ ഒരു ചിന്തയിലാണ് പേടിച്ച മനുഷ്യൻ ദൈവത്തെ ഭയപ്പെട്ടായി ആരാധിക്കുന്നത്, എല്ലാ മനുഷ്യരും. പക്ഷെ ദൈവം തമ്പുരാൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ മനുഷ്യനായിട്ട് ഇങ്ങോട്ട് വരാം, എന്നിട്ട് നിങ്ങളുടെ മുമ്പ് ഞാൻ നിന്ന് തരാം. നിങ്ങൾ എൻ്റെ മുഖത്തെ രോമം വലിച്ചു പറിക്കണം, എൻ്റെ മുഖത്ത് തുപ്പണം, എൻ്റെ കണ്ണ് കെട്ടിയിട്ട് എന്നെ അടിക്കണം, എൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ച് ആഞ്ഞടിക്കണം, എൻ്റെ മുതുക് ഉഴവുചാല് പോലെ കീറണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മൊത്തം നിങ്ങൾ ചെയ്യണം. മൊത്തം ചെയ്തു. എൻ്റെ ശരീരം മുഴുവൻ മുറിവേൽപ്പിക്കാം. എന്നിട്ട് തീർന്നില്ലെങ്കിൽ എന്നെ കൊണ്ടുപോയി മരത്തില് ആണി അടിച്ച് തൂക്കണം. എന്നിട്ട് വെളിയിൽ നിന്നിട്ട് പരിഹസിക്കണം, കൂകണം, വെല്ലുവിളിക്കണം. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വായെന്ന് പരിഹസിക്കണം. എല്ലാം നിങ്ങൾ ചെയ്യും. ദൈവം എന്തെങ്കിലും നിങ്ങൾക്ക് പകരം ചെയ്യുമെന്ന് നിങ്ങൾ നോക്കണം. ദൈവം നിങ്ങളെ ഉപദ്രവിക്കുമോ നോക്കണം. അതായത് ദൈവം നിങ്ങളെ ഉപദ്രവിക്കുമോ എന്ന് നിങ്ങൾ ഒന്ന് പരീക്ഷിക്കണം. അതാ കുരിശ്. പുത്രൻ രോമം കത്രിക്കുന്നതിന് മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ ഒന്നും പ്രതികരിച്ചു, ഒരു വാക്ക് പോലും ഉരിയാടിയില്ല. കുരിശിൽ വെച്ച് നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ ഞങ്ങളെയും കൂടെ ഓർക്കണം എന്ന് പറഞ്ഞ കള്ളനോട് പോലും ആ വേദനയുടെ നടുവിൽ മറുതലിക്കാതെ നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും എന്ന് പറഞ്ഞ് നിത്യമായ രാജ്യം വാഗ്ദത്തം ചെയ്തു കൊടുത്തു. സച്ച് എ ഗുഡ് ഗോഡ് വി ഹാവ്. എന്നിട്ട് കുരിശിൽ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, പിതാവായ ദൈവം ക്രിസ്തുവിൽ ഓൺ ദ ക്രോസ് ലോകത്തെ തന്നോട് നിരപ്പിച്ചു. ഞാൻ അതിനെ ഇങ്ങനെയാണ് വായിച്ചത്, God kissed every humanity. God kissed. Can you imagine? ഭൂമിയിലെ മൊത്തം മനുഷ്യരുടെ കവിൾത്തടത്തിലും പിതാവായ ദൈവത്തിന്റെ ചുംബനമുണ്ട്. I feel so happy. Everyone carries. എന്തുവാ
ലിപ്സ് പ്രിന്റ് ഓൺ ദ ചീക്സ് ഓഫ് എവറി ഹ്യൂമൻ ബീങ്. എവ്രിവൺ ക്യാരീസ് ദാറ്റ്. എവ്രിവൺ ക്യാരീസ് ദാറ്റ്. അർത്ഥം എന്തറിയോ? നിന്നോട് എനിക്ക് പണക്കമില്ല. ഇതാണ് നമ്മൾ മുടിയൻപുത്രന്റെ കഥയിൽ വായിക്കുന്നത്. മുടിയൻപുത്രന്റെ കഥയിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? ഓടിച്ചെന്ന് അപ്പൻ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു, തുരുതുരാ ചുംബിച്ചു. ആ തുരുതുരാ ചുംബിക്കുന്നതിന്റെ പേരാണ് റീകൺസിലിയേഷൻ. എല്ലാ മനുഷ്യർക്കും കിട്ടി. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ പക്ഷേ ഒരു കാരണമല്ല. അവിടെ നിന്ന് നേരെ എവിടോട്ട് എത്തുക? അവൻ ഓടി വീട്ടിലെത്തിയിട്ട് അവന്റെ മുദ്രാമോദരം കൊടുത്തു. മുദ്രാമോദരം കയ്യിൽ കിട്ടുമ്പോഴാണ് അവന്റെ പുത്രത്വം അവൻ ലഭിക്കും. ചുംബനം കൊണ്ട് പുത്രത്വം ലഭിക്കത്തില്ല. അതായത് അപ്പൻ മകന്റെ കയ്യിൽ മുദ്രാമോദരം ഇട്ട് കൊടുക്കുമ്പോഴാണ് നഷ്ടപ്പെടി. എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും അപ്പൊ ജീവിച്ചു. He got the divine trust, he got the chapel, he got the ring, signet. അവന്റെ കയ്യില് എന്തുവാ? മുദ്രയുള്ള മോതിരം ലഭിച്ചു. He became the son of God. And this is the picture. God is seeking the people. I believe the universal reconciliation. The problem here is not ദൈവത്തിന്റെ ഭാഗത്തുമല്ല, മനുഷ്യരുടെ ഭാഗത്തല്ല. It's a problem is in the church. Church should go. ദൈവം അതാണ് വെളിപ്പാട് പുസ്തകം 22 നമ്മൾ കാണുന്നത്. എന്തോ സെയിം തിങ്. ഏദനിൽ മനുഷ്യൻ താമസിക്കുന്നു, പുറത്ത് മനുഷ്യർ താമസിക്കുന്ന പോലെ തന്നെ സെയിം തിങ്. പുത്തൻ യെരൂശലേമിൽ നാം താമസിക്കുന്നു, വിശുദ്ധന്മാർ താമസിക്കുന്നു, ഇതിന്റെ പുറത്ത് ആളുകൾ താമസിക്കും. പക്ഷെ പുത്തൻ യെരൂശലേം ഉണങ്ങിയിരിക്കുകയല്ല. പുത്തൻ യെരൂശലേമിൽ ഒരു നദി പുറപ്പെടും. ആ നദി ഈ ജനവാസ കേന്ദ്രങ്ങളിൽ ആളുകൾ താമസിക്കുന്നതിന് നടുവിലൂടെ ഒഴുകും. I feel the presence of the Holy Ghost. The reverse is flowing in the midst of that civilization. വിഗ്രഹാരാധികൾ, ബിംബാരാധികൾ, വേശ്യമാർ, കൊലപാതകന്മാർ, ദുഷ്ടന്മാർ, നായ്ക്കൾ, അവരുടെ നടുവിലൂടെ ഗോസ്പൽ ട്രാക്റ്റുമായിട്ട് പോകുന്നല്ല. The river of God is flowing. And this is happening today. It's happening today. The spiritual people carries the river of God. God reconciling every human being. എല്ലാ മനുഷ്യരെയും തന്നോട് നിരപ്പിച്ചു. For what? എന്തിനാ നിരപ്പിച്ചേ? Come to home and receive eternal life. Receive sonship. ഞാൻ മനസ്സിലാക്കി, if the people, അതായത് മനുഷ്യന് വില്ലുണ്ടല്ലോ, ഫ്രീ വിൽ കൊടുത്തില്ലായിരുന്നെങ്കിൽ 800 കോടി ജനത്തെ ദൈവം ഒരു ദിവസം കൊണ്ട് രക്ഷിച്ചേ. ഒരു ദിവസം കൊണ്ട് ജീവൻ കൊടുക്കാൻ. കാരണം റിലേഷൻഷിപ്പ് അത് ഒരിക്കലും നിർബന്ധത്തിൽ പിടിച്ചു കൊണ്ടുവരേണ്ടതല്ല, വരേണ്ടത്. അതുകൊണ്ടാണ് ആടിനെ തേടിപ്പോയി, നാണയത്തൊട്ട് തേടിപ്പോയി, പുത്രനെ തേടിപ്പോത്ത എന്താ? He has the will. He should come. Every human being, God's, എല്ലാ മനുഷ്യനും ദൈവത്തിൻ്റെതാണ്. എവ്രി വൺ. നിങ്ങൾ വാരണാസി പോലുള്ള നമ്മുടെ ഇന്ത്യയുടെ നോർത്തേൺ പാർട്ടിലെ ഋഷിമാർ, ഹിന്ദുത്വത്തിന്റെ കുറെ സംവിധാനങ്ങളൊക്കെ ഉള്ള വാരണാസി പോലെയുള്ള സ്ഥലത്ത് ഋഷീസ്, ഇങ്ങനെ സന്യാസികൾ, അവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നാഗ സന്യാസിമാർ, അഘോറികൾ, മനുഷ്യന്റെ മാംസം തിന്നുന്നവർ, ശാരമൊക്കെ വാരി മൂടിയിട്ട് വല്ലാത്തൊരു അവസ്ഥ അവരെ കാണുന്നത് തന്നെ. ഭയാനകമായ രീതിയിൽ അവര് അങ്ങനെ നടക്കുന്ന. ഞാൻ അവരോട് ചോദിച്ചു പറഞ്ഞു, their god Shiva is like that. Shiva is ഈ ചാരന്മാര് തലയ്ക്ക് ഇങ്ങനെ മുടിയൊക്കെ ജടയൊക്കെ വളർത്തിങ്ങനെ. സോ അവരെ ദൈവത്തെ അനുകരിക്കുക, ദൈവത്തെ പോലെ ആകും. God loves that people. എന്റെ പ്രിയപ്പെട്ടവരെ, ഹിന്ദു ആയാലും മുസൽമാൻ ആയാലും ദൈവമില്ലെന്ന് പറയുന്നവനായാലും നിരീശ്വരവാദി ആയാലും ശവം തിന്നുന്നവനായാലും കാട്ടിക്കിടക്കുന്നവനും, ഗോഡ് ലവ്സ് എവ്രി വൺ. ഫോർ വാട്ട്? ദ ലവ് ഇസ് ദ അട്രാക്ഷൻ. മുടിയൻപുത്രൻ വന്നപ്പോൾ എന്താ പറഞ്ഞു? ഞാൻ വീട്ടിൽ തിരിച്ചു പോവുക, എന്റെ അപ്പന്റെ വീട്ടിലെ വേലക്കാർ തിന്ന് ശേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പനെ കുറിച്ചുള്ള മോന്റെ ചിന്ത എന്നറിയോ?
മൈ ഡാഡ് ഈസ് സോ ലവിങ്. റേഷൻ കൊടുക്കുമല്ല, എന്റെ ഡാഡ് വിളമ്പിയാൽ ആ വേലക്കാർക്ക് തിന്ന് ശേഷിച്ച് വെക്കേണ്ടത് വരെ ഉണ്ടെന്ന്. Such a lavishly giving father I have. Why should I stay my life here in this, among this pig? ഈ പന്നിയുടെ കൂട്ടത്തിൽ ഞാൻ എന്തിനാ എന്റെ ജീവിതം കളയുന്നത്? The love of the father attracted him, changed his mind. ഇതാണ് ഞാൻ പറഞ്ഞത്, God is love. നമ്മുടെ അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ലോകത്തോട് പറയേണ്ട മെസ്സേജ് ഗോഡ് ഈസ് ലവ് എന്ന് പറഞ്ഞു. ഈ ലവ് ആണ് ജനത്തെ ജീവനിലേക്ക് അട്രാക്ട് ചെയ്യേണ്ടത്. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നമ്മൾ ഇത് രണ്ടും പഠിക്കുന്നുണ്ട് കേട്ടോ. ഞാനെന്റെ പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞു നിർത്താം. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാം എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ഒരു പ്രധാന വിഷയം, പ്രാകൃത മനുഷ്യർക്ക് എന്ത് പറ്റത്തില്ല? ദൈവാത്മാവിന്റെ ഉപദേശത്തെ കൈക്കൊള്ളാൻ പറ്റുന്നില്ല. പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാ? നാച്ചുറൽ മാൻ, സാധാരണ മനുഷ്യൻ. നമ്മുടെ നാട്ടിൽ കാണുന്നില്ല, ഒരു സ്പിരിച്വൽ മാൻ അല്ല. ഇത് മനസ്സിലാവും. 2 മനുഷ്യരേ ഉള്ളൂ ഭൂമിയിൽ, ഒന്ന് നാച്ചുറൽ മാൻ, 2 സ്പിരിച്വൽ മാൻ. ദൈവത്തിന്റെ ജീവൻ പ്രാപിച്ചവർ, ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിച്ചവർ ആത്മീയ മനുഷ്യരും, ആത്മാവിനെ സ്വീകരിക്കാത്തവർ പ്രാകൃത മനുഷ്യരും. നോക്കിയേ, ദൈവാത്മാവിന് ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. അപ്പം നമ്മൾ ഇനി ഇതുപോലെ കാര്യങ്ങൾ പോയി അവരോട് പറയാം, അവർക്കത് തമാശയായിട്ട് തോന്നും. അത് അവരുടെ കുഴപ്പമല്ല കേട്ടോ, അവർക്കത് തമാശയായിട്ടും ഭോഷത്വമായിട്ട് തോന്നത്തുള്ളൂ, ഫൂളിഷ്നെസ് ആയിട്ട് തോന്നും. ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമില്ല. അപ്പം ഏതെങ്കിലും ഒരു ദൈവീയ ഉപദേശങ്ങൾ ആത്മീയമായിട്ട് വിവേചിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയാറുള്ളത്, വെൻ യു ലിസൺ ദ വേർഡ് ഓഫ് ഗോഡ്, ജസ്റ്റ് ഡിസേൺ ഇറ്റ്, അതിനെ വിവേചിക്കും, അനലൈസ് ഇറ്റ്, ഗ്രാസ്പ് ചെയ്യും. ലെറ്റ് ദ പ്രൂഡൻസ് ഓഫ് ഗോഡ് കം. അതായത് വചനത്തിന്റെ ആ ഒരു പ്രൂഡൻസ് ഉണ്ടല്ലോ, ഗോഡ് ഇറ്റ്, അത് നിങ്ങൾ സ്വീകരിക്കണം. ഓക്കെ, അവർക്ക് വിവേചിക്കേണ്ടതാകിയാൽ അത് അവന് ഗ്രഹിക്കാൻ കഴിയുന്നതല്ല. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, അവൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. അതായത് വിവേചിക്കുന്ന വാക്കിനർത്ഥം എന്താ? ഏത് കാര്യം ഡിസൈൻ ചെയ്യും. ഡിസൈൻ ചെയ്ത് പറഞ്ഞാൽ മുൻവിധിയല്ല, ഇറ്റ്സ് നോട്ട് ജഡ്ജ്മെന്റ്. ഒത്തിരി ആളുകൾ ജഡ്ജിങ് ആണ്. ഞാൻ ഇങ്ങനെ നോക്കി വെച്ചേക്കുക, ദാറ്റ്സ് ജഡ്ജിങ്, ദാറ്റ്സ് നോട്ട് ഡിസേണിങ്. ഡിസേണിങ് എന്ന് പറയുന്നത് എപ്പോഴും ഇസ് കണക്റ്റഡ് വിത്ത് ദ പേർപ്പസ്. വാട്ട് ഈസ് ദാറ്റ്? ഡിസേണിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഗുഡ് ആൻഡ് ഈവിൾ. ജഡ്ജ്മെന്റ് ആണ് ഗുഡ് ആൻഡ് ഈവിൾ. ഒന്നുകൂടെ പറയാം, ഇഫ് യു ആർ ജഡ്ജിങ് പീപ്പിൾ, you will be in the law. ലോയ്ക്കകത്ത് ഗുഡ് ആൻഡ് ഈവിളേ ഉള്ളൂ, റൈറ്റ് ഓർ റോങ്. ബട്ട് ഇഫ് യു ആർ എ സ്പിരിച്വൽ പേഴ്സൺ, യു വിൽ നെവർ ജഡ്ജ് എനിബഡി, യു വിൽ ഡിസേൺ എവരിബഡി. എല്ലാത്തിനും നമ്മൾ വിവേചിക്കും. അതിനകത്ത് ലൈഫാണോ ഡെത്താണോ, ആ റിലേഷൻഷിപ്പ് ലൈഫാണോ ഡെത്താണോ. സോ നിങ്ങൾ അത് ഡിസൈൻ ചെയ്യാനായിട്ട് തുടങ്ങും. Glory to God. So don't judge anything, but discern everything. Discern everything, because the spiritual people will never judge. Spiritual people will discern. Discerning means എന്താ? Discerning with life or death. അതിനകത്ത് ലൈഫാണോ ഡെത്താണോ, ലൈറ്റ് ആണോ ഡാർക്ക്നെസ് ആണോ, ഇഗ്നോറൻസ് ആണോ നോളജ് ആണോ, വിസ്ഡമാണ്. ഇങ്ങനെ പോകും നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്. എത്ര അഴുക്കാളുകളിലൂടെ നിങ്ങൾക്ക് കൂട്ടുകൂടാം, പക്ഷേ യു ഷുഡ് ഹാവ് എ ഡിസേൺമെന്റ്. മഹാഭാവിയുടെ കൂടെ നമുക്ക് കൂട്ടുകൂടാം, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഷുഡ് നോ ദ ഇന്റൻഷൻ, യു ഷുഡ് ഡിസേൺ ദാറ്റ് മാൻ. ഡിസേൺ മീൻ മാറ്റി നിർത്താനല്ല, യു ഷുഡ് നോ. മനുഷ്യരുള്ളത് എന്തെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. യേശുവിനെ കുറിച്ചുള്ള വാക്കാണ്, അവൻ മനുഷ്യരുള്ളത് എന്തെന്ന് അറിഞ്ഞിരിക്കയാൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല. ദാറ്റ് ഇസ് ഡിസേണിങ്. ഹി വാസ് നോട്ട് ജഡ്ജിങ് പീപ്പിൾ. ജോൺ ചാപ്റ്റർ 3 വേഴ്സിൽ ഇങ്ങനെ പറയുന്നത് വായിച്ചിട്ടില്ല നിങ്ങൾ? അതായത് യേശു എല്ലാവരെയും അറിയ കൊണ്ട്, അതായത് വാക്കിന്റെ അർത്ഥം കേട്ടോ, സ്പിരിച്വൽ പേഴ്സന്റെ പ്രത്യേകത. യേശു എല്ലാവരെയും അറിയ കൊണ്ട്, ഹി ഡിസേൺ എവറി മാൻ. അതായത് അവൻ കള്ളനാന്ന് ഇവൻ, അതായത് യേശു ക്രിസ്തുവിന്റെ കൂടെ ഒരാളുണ്ടായിരുന്നല്ലോ, യൂദ. അവനെ അറിയാമായിരുന്നു യേശുവിന്. നമ്മളായിരുന്നെങ്കിലോ അവനെ കുറിച്ചുള്ള ദൂഷണം പറഞ്ഞ്, അവനെ കുറിച്ച് അസൂയ പറഞ്ഞ് അവനെ ചവിട്ടി പുറത്താക്കിയോ? ജീസസ് നെവർ ജഡ്ജ് ദാറ്റ് പേഴ്സൺ. യേശു അവനെ അറിഞ്ഞു. എനിക്കറിയാം, അവനെ മോഷ്ടിക്കുന്നവനാണെന്നറിയാം, അവനെ എന്നെ തള്ളിപ്പറയുമെന്നറിയാം, എന്നെ ഒറ്റിക്കൊടുക്കുമെന്നറിയാം, എല്ലാം കർത്താവിനറിയാം.
പിന്നെ എന്തിനാ വെച്ചോണ്ടിരുന്നേ? ദാറ്റ് ഈസ് ദ നേച്ചർ ഓഫ് ദ സ്പിരിച്വൽ മാൻ. നഷ്ടമൊക്കെ ഉണ്ട്, നഷ്ടം വരും. അതുകൊണ്ടാണ് ഈ ചിലപ്പം ഈ നമ്മുടെ ആത്മീയന്മാരെയൊക്കെ ലോകത്തിന്റെ മക്കൾ ബുദ്ധിയുള്ളവരെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അവർ ഭയങ്കര ബുദ്ധിമാന്മാരാ. അവരാണ് യൂത എന്നെ അടിച്ച് പുറത്താക്കി കളഞ്ഞേനെ. യൂത അടിച്ച് പുറത്താക്കിയിരുന്നെങ്കിൽ യേശുവിന് കുരിശിക്കപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പൊ യേശു ഇന്നും കുരിശിക്കപ്പെടാൻ നടന്നേനെ. പക്ഷെ കർത്താവ് ആ ആളിനെ അവിടെ വെച്ചേക്കുന്ന ഡിസേൺ ചെയ്ത് വെച്ചേക്കുക, ജഡ്ജ് ചെയ്തില്ല. കമോൺ, ഞാൻ ഈ പറഞ്ഞത് സീരിയസ് ആയിട്ട് മനസ്സിലാക്കുന്നുണ്ടോ? ഹി വാസ് നോട്ട് ജഡ്ജിങ് ദാറ്റ് മാൻ, ഹി വാസ് ഡിസൈനിങ് ദാറ്റ് മാൻ. ഓക്കെ, അറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. ഇതതിന്റെ ട്രൂത്ത്. എല്ലാവരുടെയും കൂടെ നടന്നത്, പക്ഷെ ആരുടെ കയ്യിലും വിശ്വസിച്ച് തന്നെ മൊത്തം കൊടുത്തില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളും നിങ്ങളുടെ കുടുംബവും എനിക്ക് എന്റെ ജീവിതത്തിൽ പറ്റിയത് ചില കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ പലരെയും വിശ്വസിച്ച് ഏൽപ്പിച്ചു പലതും. അതെന്റെ ജീവിതത്തിൽ നഷ്ടമായിട്ട്. പലരെയും വിശ്വസിച്ച് ഞാൻ 100% ഏൽപ്പിച്ചു. പക്ഷെ എനിക്ക് അറിയത്തില്ലായിരുന്നു, ഡിസൈനിങ് ഇല്ലായിരുന്നു. ഏൽപ്പിച്ചു, നമ്മൾ ആരെ ഏൽപ്പിച്ചു അതെല്ലാം നമുക്ക് നഷ്ടമാണ്. കാരണം യേശു ക്രിസ്തു മനുഷ്യർക്കുള്ളത് എന്തെന്ന് അറിയുക കൊണ്ട് തന്നെ ഏൽപ്പിച്ചില്ല. അടുത്ത വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യനുള്ളത് എന്തെന്ന് സ്വതവേ അറിഞ്ഞിരിക്കാൻ തനിക്ക് മനുഷ്യനെ കുറിച്ചുള്ള യാതൊരുത്തന്റെ സാക്ഷ്യവും ആയിരുന്നില്ല എന്ന് പറയും. കർത്താവിനെല്ലാം നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പൊ ആത്മീക മനുഷ്യനും ഇത് മനസ്സിലായി ഞാൻ പ്രിയപ്പെട്ടവരെ. രക്ഷിക്കപ്പെട്ടവർ അങ്ങനല്ല. ന്യൂ കവനന്റില് സ്പിരിച്വൽ മാൻ ആൻഡ് നാച്ചുറൽ മാൻ. നിങ്ങൾ കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വന്ന ഒരു വാക്കോട് വായിച്ച് എന്റെ വാക്കിൽ നിർത്താം. ഒറ്റ വാക്കോട്. ടേക്കിംഗ് ടു മച്ച് ടൈം. 3-ാമത്തെ അധ്യായം, 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ, എന്നാ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയരോട് എന്ന പോലെ അല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രയും സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. ഇതിനർത്ഥം എന്നറിയോ? 2 തരത്തിലെ പ്രാകൃതന്മാരുണ്ടെന്ന്. ഈ പുറത്തുള്ള ആളുകൾ, ആത്മാവിനെ പ്രാപിക്കാത്ത ആളുകൾ, അവരെയും പ്രാകൃതം വിളിക്കും. ചർച്ചിനകത്ത് വരുമ്പോഴും പ്രാകൃതന്മാർ. ആ പ്രാകൃതന്മാർക്ക് വിളിക്കുന്ന പേര് ശിശുക്കൾ, നെപിയോസ് എന്ന് പറയും. ക്രിസ്തുവിൽ ശിശുക്കൾ. അവർക്കും ആത്മീയമായിട്ടൊന്നും അറിയത്തില്ല. പൗലോസ് പറയാ, ശിശുക്കളോടൊന്നും അത്ര സംസാരം കഴിഞ്ഞുള്ളൂ, ഭക്ഷണമല്ല പാലത്ര നിങ്ങൾക്ക് തന്നത്, പക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല, ഇന്നും നിങ്ങൾ ജഡിയന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡിയന്മാരും വെറും മനുഷ്യരെ പോലെ നടക്കുന്നവരല്ലേ. വെറും മനുഷ്യർ. വാട്ട് ഈസ് ദാറ്റ്? നാച്ചുറൽ മാൻ. അപ്പൊ ഈർഷ്യയും പകയും പിണക്കവും ഒക്കെ ഉണ്ടെങ്കിൽ അവരാരാ സത്യത്തിൽ? ദേ ആർ നോട്ട് സ്പിരിച്വൽ പീപ്പിൾ. അപ്പൊ നമ്മുടെ ഇന്നത്തെ സഭകൾക്കകത്ത് നല്ലൊരു ശതമാനം ആളുകൾ ആരാ? ദേ ആർ നോട്ട് സ്പിരിച്വൽ പീപ്പിൾ. ഇവർ തെറ്റിദ്ധരിച്ചിരിക്കുക നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്. നോ, ദേ ആർ നോട്ട് സ്പിരിച്വൽ പീപ്പിൾ. ഓൺലി സ്പിരിച്വൽ പീപ്പിൾ ക്യാൻ ലിവ് വിത്ത് ഗോഡ്. പിടിതിട്ടുന്നോ? അപ്പം ചേർച്ച് എന്തിനുള്ള സ്ഥല? നാച്ചുറൽ മാനെ സ്പിരിച്വൽ മാനാക്കി വളർത്തിയെടുക്കുന്നത്. അവൻ ജീവനിൽ വാഴാൻ തുടങ്ങും, ജീവനിൽ വളരാൻ തുടങ്ങും. ക്രിസ്തു അവൻ പൂർണ്ണമായിട്ട് ഉരുവാകാൻ തുടങ്ങും. ഒരു ദിവസം ക്രിസ്തുവിന് അനുരൂപനായവൻ മാറുകയാണ്. ഞാൻ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച എൻ്റെ ഒറ്റ കാര്യം, മനുഷ്യൻ ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നുള്ള ജനറൽ ആയിട്ടുള്ള ട്രൂത്ത്. അടുത്ത ക്ലാസ്സിൽ ഹൗ ഗോഡ് ഫോംഡ് ആദം. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഹൗവ എങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചിത്രത്തിലേക്ക് പോകും. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാനൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ തിരുവെഴുത്തുകളെ ശ്രദ്ധിക്കുന്ന അവിടുത്തെ വിശുദ്ധന്മാർക്കായ സ്തോത്രം. ഞങ്ങൾ പറഞ്ഞതും ചിന്തിച്ചതുമായ എല്ലാ ദൈവജനവും അവിടുത്തെ ജനത്തിന് ആനന്ദമായി സന്തോഷമായ ആത്മീയ വളർച്ചയ്ക്കും ദൈവകൃപയ്ക്ക് ഹേതുവായി മാറുവാൻ പ്രാർത്ഥിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹയുടെ നാമത്തിൽ അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കും. എല്ലാ മഹത്വവും അങ്ങേക്ക് തരുന്നു, മിശിഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.